ഇന്ന് രാത്രി ഈ സമാപന യോഗത്തിൽ ഒടുവിലല്ലേ സമാപന യോഗത്തിൽ പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വിഷയം മരിക്കാതിരിക്കാൻ എന്നൊക്കെ ചെയ്യണമെന്ന്. നമ്മളിപ്പോൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, അതൊന്നും അല്ല. വെളുപ്പിനെ നടക്കുന്നുണ്ട്, എണ്ണപ്പലകാരമെല്ലാം ഒഴിവാക്കി പഞ്ചസാര തുപ്പടെ മാറ്റി എല്ലാം മരിക്കാതിരിക്കാനാ. വെളുപ്പിനെ ഒരു വടിയായിട്ട് റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്, വടി കറക്കി. പിന്നെ ചിലര് യോഗ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ നാളും കൂടി ഇരിക്കാനാ. ചിലര് ഇടയ്ക്കിടയ്ക്ക് ഓൾ ബോഡി പോയി ചെക്കപ്പ് ചെയ്യാറുണ്ട്. ചിലര് യോഗത്തിന് വരുന്നതിന് മുന്നേ മരുന്ന് കഴിച്ചാൽ വന്നിനും ചെന്നിട്ടും പെട്ടെന്ന് കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ട് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചാളൂടെ ജീവിച്ചിരിക്കാനാണ്, മരിക്കരുത് ഉടനെ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തെയും കൂടെ മാനിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന വിഷയം മരിക്കാതിരിക്കാൻ എന്നൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ ചെയ്യുന്ന ഒന്നും അല്ല. ഇന്ന് രാത്രി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താട്ടെ. വേണ്ട പട്ടണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, ആദികളോടി ചെന്ന് കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, നീതിപടിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ, എൻ 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 ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ ജീവകൃപയിൽ വെള്ളം മേലൊടിച്ചു പാപത്തിൽ നിന്നുണർത്തി, വെള്ളം എന്റെ മേലൊടിച്ചു പാപത്തിൽ നിന്നുണർത്തി, നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്നവൻ, ജീവനായകനെ മനുവേലേ ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പത്തുമണി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25, 26 തിരുവെടുത്താണ് വായിക്കുന്നത്. വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങളിൽ 27 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലെ സുവിശേഷ പുസ്തകം 4 എണ്ണത്തിലെ 4-ാമത്തെ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് രാത്രി വായിച്ചു. 1-2 കാര്യം ഈ പുസ്തകത്തെ പറ്റി ഇതിനെപ്പറ്റി പറയുന്നത് ഉചിതമാണ്. കാരണം ചിലർക്ക് ഇപ്പോൾ ഇത് അറിയത്തില്ല. ഇതെടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ എന്തുവാണെന്നറിയാം. ഗിൽറ്റിട്ട ബൈബിളുമായിട്ട് നടക്കുന്നതല്ലാതെ അമേരിക്ക ഇതിനകത്തല്ലാന്നറിയാം. കൂടെ സിപ്പിടുകയും തുറക്കുകയും അല്ലാതെ ഇതെന്തുവാന്ന് ചിലർക്ക് ഇത് കാണാൻ പാടില്ല. അപ്പോൾ ഇത് 66 പുസ്തകങ്ങൾ അടങ്ങുന്ന സത്യ വേദ
പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് 66 പുസ്തകങ്ങൾ. ഈ 66 പുസ്തകങ്ങൾ ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ഈ 66 പുസ്തകം. ഈ എഴുത്തുകാരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയല്ല, പലരും പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാ. തന്നെയുമല്ല, പലരും പല രാജ്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിച്ച് മരിച്ചവരാ. ഇന്നത്തെ പോലെ ആശയ വിനിമയങ്ങളോ മറ്റ് മാധ്യമങ്ങളൊന്നും അന്നില്ല. കാണാനും അറിയാനും അറിയിക്കാനും പറയാനും ഒന്നും ഇവര് പലരും തമ്മിൽ കണ്ടിട്ടില്ല. ഈ 40 എഴുത്തുകാരും പല നൂറ്റാണ്ടിൽ ജീവിച്ചവരാ. ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത പറയാം. ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഈ 2 പുസ്തകവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. കാരണം ഈ 2 പേരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ ആത്മാവ്. ആത്മനിയോഗം പ്രാപിച്ചാന്നല്ലോ ഇത് എഴുതിയത്, മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതിയതുമല്ല. അപ്പോൾ ഈ പുസ്തകത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, എല്ലായിടത്തും പറയും, അത് പറഞ്ഞേ നോക്കൂ. ഈ പുസ്തകത്തിന് തിരുത്തേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല, വെട്ടിത്തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. തൂക്കുറവർ എടുത്ത് തൂത്ത് തുടച്ചു കളഞ്ഞേച്ച് ബാക്കി നമുക്ക് മതി എന്ന് പറയേണ്ട ഗതികേടും വന്നിട്ടില്ല. ഇടയ്ക്കത്തെ താളുകള് കീറിക്കളാം, ഈ കാലത്ത് ഇത് കൊള്ളുകയില്ല എന്നും പറയേണ്ട ഗതികേടില്ല. ഏത് കാലത്തും ഈ പുസ്തകത്തിന് വിലയാണ്. തിരുത്തേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. അതിനൊരു കാരണം ഒത്തിരി ഉണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് 1-ന്റെ 1 എല്ലാവർക്കും മനഃപ്പാഠമായെങ്കിലും വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. ആരാ വായിക്കുന്നത്? മോള് വായിക്കാട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആദിയിൽ ദൈവം നിർത്തിക്കേ. ആദിയിൽ ദൈവം ഏകവചനമാ. ദൈവങ്ങൾ എന്നല്ല, പിന്നെയോ ദൈവം. ആദിയിൽ ദൈവം. അപ്പൊ ഈ പുസ്തകത്തിലെ ആദിയിൽ കൊടുത്തിരിക്കുന്ന ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. യാക്കോബ് അങ്ങനെ പറയുന്നത്, ദൈവം ഒരുവനല്ലയോ, ദൈവം ഏകനാ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ വിറയ്ക്കുന്ന വേറെ വിഷയത്തില്ല. ദൈവം ഏകനാ. 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയപ്പോഴും ആ ദൈവത്തെ പറ്റി തന്നെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ വേറെ ആരും കയറി വന്നില്ല. ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ദൈവം കളിക്കുന്ന ഒരു കാലമാണ്. കണ്ടിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ പുരുഷനും സ്ത്രീകളും എല്ലാം ദൈവം ഉണ്ടായിരുന്നത്. ദൈവം തങ്ക, അതല്ല ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നല്ല അവരങ്ങ് ദൈവം കളിക്കുക. പെണ്ണുങ്ങളെല്ലാം അവിടെ ചെന്നെന്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. കോട്ടയത്തുണ്ടായിരുന്നു ശാന്തമ്മ ദൈവം. ഈ ഏരിയയിലും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ കാണിച്ചിട്ട് തിരുവല്ലായ്ക്ക് അടുത്ത് പത്തനംതിട്ട ഇടയ്ക്ക് ഉണ്ടായിരുന്ന ദൈവത്തിന്റെ പേരാ ബാബു ദൈവം. പേര് ദൈവം കളിക്കുമ്പോ പേരെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുന്നത്. നിങ്ങളുടെ ദൈവത്തിന്റെ പേരാ ബാബു. സുഖമില്ലേ?
അപ്പൊ ഇതൊന്നും ദൈവമല്ല. ശ്യാമളയും ശാന്തമ്മയും തങ്കയും ബാബുവും മേരിയും മത്തായിയും ഇതൊന്നും ദൈവമല്ല. ഉണ്ടായിരുന്നു കരിമ്പിൽ മത്തായി, കഞ്ഞിക്കുഴി തോമ, ഇവരാരും ദൈവമല്ല. ദൈവം ഒരാളെ ഉള്ളൂ. ആ നല്ല വിവേകം അദ്ദേഹത്തിനുണ്ടായിരുന്ന മാന്യ വ്യക്തി ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന് വിവരമുണ്ട്, അറിവുണ്ട്. പുള്ളി പറഞ്ഞ് ഒരു ജാതി ഒരു മതം, വിവരമുള്ള ആളാണ്. ആ വിവരം പോലും ചിലതില്ലെന്ന് ഓർക്കപ്പെടാൻ. അങ്ങേര് നല്ല മനുഷ്യനാ. അദ്ദേഹം പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം. വേറെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് ദൈവം ഏകൻ. അതാ ഈ പുസ്തകം ആ തുടക്കത്തിൽ ആദിയിൽ ദൈവം, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വിശേഷതകളുണ്ട്, ഒത്തിരി ഉണ്ട് ദൈവത്തിന്. ദൈവത്തെ അപ്പോൾ ഏകദൈവം ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിണ്ടാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം. വേദവിജ്ഞാനത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതമന്മോചതും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലനോര പ്രിയമാം നാമമോദിയത മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചു നല്ലോ. അപ്പോൾ സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകലത്തിൽ സൃഷ്ടിച്ചവനാ ദൈവം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി അവനായിട്ട് ഉളവായി. എബ്രായ ലേഖനത്തിലെ വാക്യം നിങ്ങൾക്ക് പലർക്കും അറിയാം, സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവിടുന്ന് തന്നെ. അപ്പൊ സർവത്തെയും സൃഷ്ടിച്ച സത്യദൈവം, നിത്യദൈവം, ഏകദൈവം. ഒരു കാര്യം കൂടെ പറയാം ഇടയ്ക്ക്, ദൈവം ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ദൈവം സകല മനുഷ്യന്റെയും ദൈവം. ആ ദൈവത്തെ പറ്റി ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്, ആദിയിൽ ദൈവം 1600 കൊല്ലം കഴിഞ്ഞു അത് തന്നെ പറഞ്ഞ ആ ദൈവത്തെ പറ്റി തന്നെ. ഒരു തെളിവൂടെ ഉൽപ്പത്തി 1-ന്റെ 1 വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ സൃഷ്ടിച്ചത് ദൈവമാണ്. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ പറഞ്ഞത് തിരുത്തിയില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. അറിവുള്ള വാക്യമായെങ്കിലും ഞാൻ പറയുന്നത് വേറെ പുസ്തകത്തിലുള്ള കാര്യമാണെന്ന് കേൾവിക്കാർക്ക് ബോധ്യപ്പെടണമല്ലോ, അതുകൊണ്ടാണ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവൻ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവൻ. മതി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ൽ വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞു അത് തന്നെ പറഞ്ഞത് കർത്താവിൽ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ
ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം. ഈ പുസ്തകത്തിന്റെ വിശേഷത ഓർപ്പിച്ചല്ലോ, തിരുത്തണ്ടി വന്നിട്ടില്ല. അങ്ങനെ തന്നെ. അപ്പോൾ 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരൻ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതിയ പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. പക്ഷെ നിങ്ങൾ ഇത് വായിച്ച്, ഇത് ഓരോ അധ്യായം ഓരോ പുസ്തകവും വായിച്ചാൽ നമുക്ക് തോന്നും ഒരാൾ എഴുതിയത് പോലെ. ഒരാള്, അതിന് കാരണം മറ്റൊന്നുമല്ല, ദൈവാത്മ നിയോഗത്തോടാണ് 40 പേര്. രാജാക്കന്മാരെ കൊണ്ട് എഴുതിയിട്ടുണ്ട്, സാധാരണക്കാരെ കൊണ്ട് എഴുതുന്നതാണ് ഈ പുസ്തകത്തിന്റെ വിശേഷം. നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർ ലൂക്കോസ് മീൻ പിടിക്കാൻ പോയി വിദ്യാഭ്യാസം വേണ്ടവരില്ലാത്ത അപ്രോസിനെ കൊണ്ടുവരും. ഭരണത്തിന്റെ നിപുണന്മാരാകുന്ന രാജാക്കന്മാരെ, ശലോമോനെ, ദാവീദ്, അവരെ കൊണ്ടെഴുതി. അപ്പോൾ തന്നെ യാതൊരു ഭരണ നൈപുണ്യമില്ലാത്ത വ്യക്തികളെ കൊണ്ട് എഴുതി. തിരുവഴുത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ വിദഗ്ധ ശാസ്ത്രിയാകുന്ന യസ്രായും, അതുപോലെ തന്നെ ഹില്ലേലിന്റെ മകനാകുന്ന ഗമാലിയലിന്റെ പാഠപഠത്തിൽ നിന്ന് പഠിച്ച ന്യായപ്രമാണം വെച്ച പൗലോസും ഒക്കെ ഇത് എഴുതി. എല്ലാ തുറകളിൽപ്പെട്ടവരെ കൊണ്ട് ദൈവം എഴുതി. ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന പുള്ളി ഇത്, കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന വ്യക്തിയെ കൊണ്ട് ദൈവം എഴുതി. അപ്പൊ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നാനാ തുറകളിൽപ്പെട്ട വ്യക്തികളെയും ദൈവം കരുത്തിലെടുത്തു. പക്ഷെ എഴുതി വന്നപ്പോൾ ഒരാൾ എഴുതിയത് പോലെ തോന്നും. അതാ ഈ പുസ്തകത്തിന്റെ വിഷയം. ഈ പുസ്തകം ഇങ്ങനെ മാറോട് ചേർന്ന് കൊണ്ടുപോകുന്ന അനുഗ്രഹവും അഭിമാനവും. ഇപ്പൊ നമ്മുടെ ഇടയിൽ ആൾക്കാർക്ക് ഈ പുസ്തകത്തിനകത്ത് കൊണ്ടുപോകുന്നത് വലിയ നാണക്കേടായിട്ട് പുസ്തകം ഇതെല്ലാം അതിനകത്തുണ്ട് ഇല്ലേ? ചിലടത്ത് വരെ പുസ്തകം ആയിട്ട് എസ്തേറിന്റെ പുസ്തകം 5:1 വായിക്കാൻ പറഞ്ഞ തപ്പ് വന്നപ്പോ എസ്തേർ അല്ല വരുന്നത്, പുതിയ അതിനവിടെ ആയിക്കോട്ടെ. പക്ഷെ ഇത് എസ്തേറിന്റെ പുസ്തകം നോക്കിയാ എസ്തേറിന്റെ പുസ്തകം തന്നെ. അതിനിടയ്ക്ക് വേറെ ആരും കയറി വരിക. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷം. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകം വേറെയില്ല. ഇത് ഇങ്ങനെ മാറോട് ചേർത്ത് ആ പുസ്തകം കൊണ്ടുവന്നവരെല്ലാം പുസ്തകത്തോടെ ഉയർത്തി എന്ന് അന്റേരിയ പറഞ്ഞു. ആ എല്ലാരും കൊണ്ടുവന്നു, നിങ്ങളെല്ലാരും പക്ഷെ ചിലര് ഈ പുസ്തകമായിട്ട് പോകുന്ന കണ്ടാൽ സങ്കടവും വരും. ഇത് പിടിക്കേണ്ടത് പോലെ ഒന്നും അല്ല പിടിക്കുന്നത്. മനസ്സിലായി കാണും. പണ്ട് പുരാണ കഥയിലുണ്ടായിരുന്ന കുചേലൻ കൃഷ്ണനെ കാണാം. സ്കൂളിൽ പഠിച്ചതാ, സതീർത്ഥ്യം ഗുരുകുല വിദ്യാഭ്യാസമാണ്, ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഒടുവില് ഇദ്ദേഹം ഒരു സാധുവായ ബ്രാഹ്മണനാക്കി പറഞ്ഞു. അവൻ കൂട്ടുകാരനെ കാണാൻ പോകണം, ഒന്നും കൈ കൊടുക്കാനില്ല. ആ സഹോദരി നല്ലൊരു സഹോദരിയാ, രാത്രി തന്നെ അയിലത്തെല്ലാം ചെന്ന് എന്തോ മേടിച്ചെന്നാ പറഞ്ഞു. രാത്രി ചെന്ന് നെല്ല് മേടിച്ച് അത് രാത്രി തന്നെ ഇടിച്ച് അമലാക്കി അത് ഒരു തുണിയിൽ പൊതിഞ്ഞ മൃദുകം അമില് തുണിയിൽ രാത്രി തന്നെ ഇടിച്ചെന്നുള്ളതാണ്. നല്ല സഹോദരിയ, കാരണം നെല്ല് മേടിച്ച് രാത്രി തന്നെ
നമ്മുടെ അവിടെ ഇത് നടക്കുന്നുണ്ട്. നെല്ലിട്ടാണോ എന്നുള്ളത് പിടികൊണ്ട പല ആൾക്കാരും വിചാരം നെല്ലിട്ടാണോ. ഇവര് രാത്രി തന്നെ ഇടിച്ച് അമിലാക്കി ഒരു തുണിയിൽ. ഭർത്താവ് രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് കൊടുത്തു. അപ്പൊ പുള്ളി പോകുന്ന പോക്ക് ഭാര്യരെ ഒരു വരി എടുത്തിട്ടുണ്ട്. ഓർക്കുന്നതിന്റെ പാടാണ് ഒരു വരി. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, രണ്ടും കൂടി കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട്, രണ്ടും കൂടി കക്ഷത്തിങ്കൽ. അപ്പൊ പുള്ളി മുണ്ടിൽ പൊതിഞ്ഞ ഈ അവൽ പൊതിയും മുഖ്യമായ പുസ്തകം, ഏത് പുസ്തകമാണ് എനിക്കറിയത്തില്ല, രണ്ടും കൂടെ എങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ. അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം. ഇത് രണ്ട് ഭാഗമായിട്ടാണ്. നിങ്ങൾക്കറിയാം, പഴയ നിയമവും പുതിയ നിയമവും. അതെ, നിങ്ങളിപ്പോ നേരെ പോയിട്ട് പറയാനാണ്. അയ്യോ, ഇതുപോലും അറിയാം. രണ്ട് ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും, രണ്ട് നിയമങ്ങളാണ്. പഴയ നിയമം എത്ര പുസ്തകമാണ് സഹോദരി? ഉറക്കെ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ഉള്ളതാണ്. എത്ര ഉണ്ടാകും? അപ്പോൾ പഴയ നിയമ പുസ്തകം 39, പുതിയ നിയമ പുസ്തകം 27. ഇങ്ങനെയാണ് 66 പുസ്തകം. അതിൽ പഴയ നിയമ പുസ്തകങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു 17, പിന്നെ ഒരു 5, പിന്നെ ഒരു 17. 17, 5, 17. പുതിയ നിയമത്തിലെ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു 5, പിന്നെ ഒരു 21, പിന്നെ ഒരു 1. ഇനി അതിനെ വേണേ തരംതിരിക്കാം. 17, 5, 17. ആദ്യത്തെ 17. ആ 17-നെ 12, 5 ആക്കാം. ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പിന്നെ 12 യോശുവയുടെ പുസ്തകമോ. പിന്നെ ഒരു 5 പുസ്തകം കാവ്യ പുസ്തകങ്ങളാണ്, സങ്കീർത്തനവും സദൃശവാക്യവും ചേർന്ന്. പിന്നെ ഒരു 17. ആ 17 പ്രവചന പുസ്തകങ്ങളാണ്, അത് രണ്ടാക്കാം. 5ഉം 12. ആദ്യത്തെ 5 വലിയ പ്രവാചകന്മാര്, യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, പിലാമോ കൂടെ ചേർന്ന് 5. ഇപ്പോഴത്തെ ഒരു 12. അപ്പൊ ഇങ്ങനെ പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമത്തിലെ 27 പുസ്തകം. ആദ്യത്തെ 5 പുസ്തകം, പിന്നീട് 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് 66. ഓർപ്പിച്ചല്ലോ, പഴയ നിയമത്തിലെ 39 പുസ്തകം 32 എഴുത്തുകാരെഴുതി. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാണ്. ആ 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 പേര് അപ്പോസ്തലന്മാർ: 1 മത്തായി, 2 പത്രോസ്, 3 പൗലോസ്, 4 യോഹന്നാൻ. 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. അതിൽ മർക്കോസും ലൂക്കോസും 2 അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസും. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു ക്രമീകരണം. അതെ, ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറായനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം, പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ.
ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി മുതൽ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പരിലസിക്കുന്ന വ്യക്തി നസറായനാകുന്ന യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ആ തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതലൊന്ന് വായിച്ച് പെട്ടെന്ന് വായിക്കാമോ? അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ആ ദൈവത്തിന് മഹത്വം വായിച്ചാട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതാ എന്റെ പ്രധാന വിഷയം. ഈ പുസ്തകത്തിന്റെ പ്രധാന വിഷയം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം. അല്ലാതെ അലമാരിക്കാത്തിരിക്കുന്ന മയില് കാണുന്നതല്ല മർമ്മം. നിങ്ങളുടെ വീടിന്റെ വശത്ത് വിമാനത്തെ ഇതിലെ പ്രധാന വിഷയം യേശു ക്രിസ്തു. പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. അതായി പുസ്തകത്തിലെ വിശേഷപ്പെട്ട വസ്തുത. 66 അതെ, നമ്മൾ ഇന്ന് രാത്രി ആ പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം ഞാനിങ്ങനെ പറഞ്ഞ ചരിത്ര പുസ്തകങ്ങളാണ്. 5 പുസ്തകം ചരിത്ര പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലർ. 5 പുസ്തകം ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകത്തെ രണ്ടായിട്ട് തിരിച്ചോണം. ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് നമുക്കറിയാം, മറ്റാരുമല്ല, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ആദ്യത്തെ 4 പുസ്തകം ഏതാ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ശ്രദ്ധിക്കുക, നല്ല ചരിത്രം. അത് യേശുവിന്റെ ചരിത്രം അല്ല, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം. ചരിത്രമായി വിസ്തരിച്ച് വിധിക്കാമെന്നതോട് ബന്ധപ്പെട്ട് കൈകരിയിൽ ൂഷിക്കടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒഴുന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ദൈവമാകാൻ രക്ഷിക്കാൻ എനിക്ക് ധാരാളം ആൾക്കാരെ അറിയാം. ചിലയൊക്കെ രോഗികളെ കാണാൻ ഞാൻ ചെല്ലുന്ന രോഗം വന്നിരിക്കുക, ദൈവത്തെ വിളിച്ച് ദൈവമേ എങ്ങനെ ഒരു പരിഹാരം വിടുതല്. അവിടെ ഇരുന്നുകൊണ്ട് വന്നാലും മരുമകൾക്കെതിരെ പാര ഒതുങ്ങുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതിനകത്തുമൊക്കെ കട്ടികൾ കാണും. പിന്നെ പ്രാർത്ഥന അതുകൊണ്ട് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞാനിതൊന്നും കണ്ടകളകത്തില്ല. എത്ര വന്നിട്ടും പഠിക്കുന്നില്ലല്ലോ. മനുഷ്യൻ പഠിക്കുകയല്ല. ആ കോവിഡ് വന്ന് നോക്കി നിൽക്കുമ്പോൾ ആ ഭാര്യ, ഭർത്താവ്, മക്കള് മാറ്റപ്പെടുന്നത് ശ്വാസം കിട്ടാതെ. അടുത്ത് ചെന്ന് അന്തുചുംബനം കൊടുക്കാൻ പോലും ഒത്തില്ല പലർക്കും.
ഇപ്പോഴും ദുഃഖമാണ് നമുക്ക്. എന്നിട്ടും ഒരു മനസ്താപമോ അനുതാപമോ ഒരു ദയയോ കരുണയോ ഒന്നും പലർക്കും ഇല്ലല്ലോ. ഇല്ല. മനുഷ്യന്റെ രീതികളാണ്. എത്ര വന്നിട്ടും പഠിക്കുന്നില്ല. ആ കോവിഡിന്റെ സമയത്തൊക്കെ എന്ത് ബുദ്ധിമുട്ടി, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇല്ലേ, എന്ത് ബുദ്ധിമുട്ടി മനുഷ്യൻ. ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷതയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. കുട്ടനാട് സൈഡിലൊക്കെ അയ്യോ, എന്നും പോയി അതിര് തർക്കം ഉണ്ടാക്കുന്ന ആളാ. വെള്ളം പൊങ്ങിയപ്പോ ഒരതിരും കാണാനില്ല, മുഴുവൻ വെള്ളമാണ്. ഇല്ലേ, കണ്ടതല്ലേ? ദൈവം ഓരോന്ന് പഠിപ്പിക്കുന്നതാ. മറ്റേതെന്നും അതിരെ പോയി നിൽക്കുക, അതിരെ പോയി അവിടെ ഇങ്ങേറ്റത്ത് നിന്ന് നോക്കും. വെള്ളം പൊങ്ങിയപ്പോ എവിടെ നോക്കാനാ? പഠിച്ചതല്ലേ. സ്തോത്രം. അഹങ്കരിക്കരുത്. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല, എത്ര വന്നിട്ട് പഠിക്കുന്നില്ല. അപ്പൊ ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞടാ, നമ്മൾ തെറ്റ് ചെയ്തിട്ടായി ക്രൂശിൽ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ദുഷ്പ്രവർത്തിക്കാരനും സാക്ഷിച്ച് നീതിമാനാണ്. അവിടുത്തെ തിരുമരണ സമയത്ത് നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു, അണ്ടകടാകമാകെ സങ്കടപ്പെടുകയാണ്. അവിടുത്തെ തിരുജീവൻ പോകുന്ന സമയം വലിയ ഇരുട്ടുണ്ടായി. യെരുശലേമിലെ ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് ചീന്തി. വല്ലാത്തൊരന്തരീക്ഷം. അതെല്ലാം നോക്കിക്കണ്ട ശതാധിപനിൽ ഒരുത്തം പറഞ്ഞു, അയ്യോ, വാസ്തവമായിട്ട് നീതിമാനായിരുന്നു. നല്ല ചരിത്രമായ യേശുവിന്റെ. TKS ഒരു പാട്ടിന്റെ വരിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പാടാൻ വയ്യ, ഇവര് പാടുമോ എന്നുള്ളതാ. അവര് പാടി 5 മണി മുതലേ കുഴഞ്ഞിരിക്കുക. എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പൊ അതുകൊണ്ട് TKS കൊടുത്തിരിക്കുന്ന ഒരു വരിയുണ്ട്, കർത്താവിനെ നോക്കിയേച്ച മനുഷ്യനിലം മുറ ചെയ്തുതാൻ കല്ലുച്ചതൽ മനുഷ്യനിലം മുറ ചെയ്തുതാൻ മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധിയെഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം. അപ്പോൾ യാതൊരു കലുഷതയും കാണാനില്ല. ഇതുപോലെ ഉന്നതനും ശ്രേഷ്ഠനും മഹിമയുള്ളവനും വേറൊരുത്തനില്ല. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന യാതൊരു അപാകതകളും ന്യൂനതകളും ഇല്ലാത്ത അവൻ മഹത് വ്യക്തി പ്രഭാവമാ നസ്രയനാകുന്ന യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ചരിത്രം നല്ല ചരിത്രമാ, കേട്ടിരിക്കാം. അപാകതയൊന്നുമില്ല. നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ. എന്റെ നിങ്ങളുടെ ഒന്നും ചരിത്രം മിണ്ടാതിരിക്കുന്നതാ. ചില പറയത്തിൽ ഇപ്പോൾ സാക്ഷ്യം കേൾക്കാം, ഒന്നും പറയാതിരുന്ന അത്രയും നല്ലത്. അതെ, അതാ നല്ലത്. വേണേ പിന്നെ ഒറ്റ വാക്യം പറഞ്ഞു, മഹാഭാവിയായിരുന്നു എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. അതായിരുന്നേ വലിയ കുഴപ്പമില്ല. നമ്മുടെ വലിയ ചരിത്രമൊന്നും വിളമ്പാതിരിക്കുന്ന നല്ലത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രം നല്ല ചരിത്രമാണ്. അതിന് ഒരു കാര്യം പറയാം, അവിടുന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം. അതെ, ജനിച്ചു കഴിഞ്ഞുള്ള ചരിത്രങ്ങളാണ്. പക്ഷെ ക്രിസ്തുയേശു ജനിക്കുന്നതിന് മുമ്പേ അവിടുത്തെ പറ്റി എഴുതി വെച്ചിരിക്കുക. എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ആരിക്കൂടി ജനിക്കും, ഒത്തിരി ഉണ്ട്. 3 വാക്യം ഇപ്പം ആയിര്. യെശയ്യാവ് 7:14, 9:6, മീഖാപ്രവചനം 5:2. ഇതെല്ലാം അറിവുള്ള വാക്യമാ, എങ്കിലും സന്ദർഭം വന്നതുകൊണ്ടാ വായിക്കാൻ.
അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് എഴുതിയതാ. കന്യക ഗർഭിണിയായിട്ടായിരിക്കും പ്രസവിക്കുന്നത്. അതാ നല്ല ചരിത്രം. ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചിരിക്കുക. അത് അങ്ങനെ തന്നെ ജനിച്ചത്. അല്ലാതെ ചരിത്രം ഒന്ന് എഴുതി വെച്ച് പിന്നെ വേറെ രീതി വന്ന് ജനിച്ചതല്ല. പറഞ്ഞതുപോലെ തന്നെ ജനിച്ചത്. 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചിരിക്കുക. ആ ജനിക്കുന്ന കുട്ടി എങ്ങനത്തെ ആളാ, എന്തുവാണ്? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ശ്രേഷ്ഠൻ. എവിടാ ജനിക്കുന്നത്? മീഖ 5:2 വായിര്. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എവിടെ ജനിക്കും അതും ക്ലിയറായിട്ട് എഴുതി വെച്ചിരിക്കുക. ഈ ഒത്തിരി ഉണ്ടെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. അത് കഴിഞ്ഞോ? ആ ജനിച്ച് ജീവിച്ച് ആമൻ സ്തോത്രം. ആദ്യത്തെ പ്രസംഗം അതെവിടാന്ന് അതും എഴുതിയിട്ടുണ്ട്. യെശയ്യാ 9:1. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗവും വരവിനെ പറ്റി പരാമർശിക്കുക. അതാ മത്തായി 4:12. കേട്ടാറെ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചതാ. അതല്ല, അതുപോലെ നിറവേറിയെന്നുള്ളതാ. അതാ നല്ല ചരിത്രമാണെന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ആരെന്തോ എഴുതി, ജനിച്ച് കഴിഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലൊക്കെ ആണോ? ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ചരിത്രം ഏറ്റവും ശ്രേഷ്ഠമേറിയ ചരിത്രമാണ്. കേട്ടിരിക്കാൻ കൊള്ളാം. അയ്യോ കേട്ടാൽ എന്തോ അനുഗ്രഹമാണെന്നറിയാമോ? ഈ ചരിത്രം അങ്ങോട്ട് കേട്ട് രോഗശാന്തി ഉണ്ടാകും. യേശുവിനെ പറ്റി കേട്ടാലേ മാറാ രോഗത്തിലായിരിക്കും ഇന്ന് രാത്രി വന്നത്. ഈ ചരിത്രം ഒന്ന് കേട്ട് ഇന്ന് രാത്രി നിനക്ക് സൗഖ്യമുണ്ടാകും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു പിരിക്കുന്നു. അവൻ മിസ്രയീമ്യർക്ക് വിട്ട ഒരു വ്യാധിക്ക് ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഈ ചരിത്രം കേട്ട രോഗശാന്തിയാണ് യേശുവിന്റെ ചരിത്രം. അയ്യോ, ഇത് കേട്ടാൽ മുടന്തര് നടക്കും, ഊമർക്ക് സംസാരശേഷി ലഭിക്കും, ചെകിടര് കേൾക്കും. ഒത്തിരി പാടിയാ ഈ മൈക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആരാ എവിടെ ആയിരുന്ന ഒരു പിടുത്തവും ഇല്ല. ആരാന്ന് ഇവിടെ വല്ലോ? എൻ്റെ മോനെ നന്നായിരിക്കുന്നു. പേരെന്നാ? അരുണ. നന്നായിരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ മിക്ക ദിവസങ്ങളിലും എല്ലാം മൈക്ക് കൊള്ളുകയല്ല. എന്നാലും എനിക്കങ്ങ് നിർത്താനും തോന്നത്തില്ല. നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ വന്ന് പ്രസംഗിക്കുന്ന ഇഷ്ടമാണ്. കാരണം മൈക്ക് നന്നാക്കി തരും. മൈക്ക് നന്നാക്കുന്ന നാട്ടുകാരെ കേൾപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ അവിടെ മൈക്ക് നന്നാക്കുകയല്ല, നാട്ടുകാരെ അവര് തന്നെ കേൾക്കുന്നില്ലല്ലോ, പിന്നല്ലേ നാട്ടുകാരെ കേൾപ്പിക്കുന്നു. നന്നായിരിക്കുന്നു. അയ്യോ, നല്ല ചരിത്രമായ യേശുവിന്റെ ചരിത്രം കേട്ടിരിക്കും. മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും, കുരുടന്മാരുടെ കണ്ണു തുറക്കും. ഒഴിയും മാനുഷശാപമശേഷം വരുന്നു പരമേശൻ. ഈ പാരിൽ ഭരണം പരമേൽപ്പാൻ വരുന്നു പരമേശൻ. ഈ പാരിൽ ഭരണം പരമേൽപ്പാൻ
വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം. സിംഹം കാള പോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുള്ളിയും ഗോസമതുപോൽ. സിംഹം കാള പോൽ പുല്ലു തിന്നിടും, പുള്ളിപ്പുള്ളിയും ഗോസമമാകും. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ്യം വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം. പരമേൽപ്പാ വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. കൊടുത്തോണ്ടിരിക്കണം. അല്ലെ പുള്ളി ഓർക്ക് തന്നെതാ പറയുന്നത്, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. അതൊക്കെ അത്രയും അറിയാവുള്ളൂ, ഇനി എന്നോടൊന്നും ചോദിക്കരുത്. അത് പറഞ്ഞെന്നോർത്ത് തുരിതരാന്ന് സായിപ്പ് ചോദിച്ചാൽ ഞാൻ ഉണ്ടായിട്ട് പോവുകയുള്ളൂ. ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. അതും വേണം. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അദ്ദേഹത്തിന്റെ വാട്സ് ഗുഡ് നൈം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ചരിത്രം കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, നല്ല ചരിത്രം, സുഖമേറിയ ചരിത്രം, വിടുതല നടത്തുന്ന ചരിത്രം. ഇന്ന് രാത്രിയും ഈ ചരിത്രം ഇവിടെ പറയുമ്പോൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും തലമുറയുടെ മേലും ഈ ദേശത്തിന്റെ മേലും ദേശത്ത് പാർക്കുന്ന സകല ആൾക്കാരുടെ മേലും വിടുതൽ നടക്കുന്ന നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുടങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗി സൗഖ്യമാക്കുന്ന നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. ഇന്ന് രാത്രി ആ ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. യേശു ആരെയും കൊല്ലാൻ വന്നതല്ല, യേശു ജീവൻ കൊടുക്കാൻ വന്നതാണ്. കൊല്ലാൻ വന്നവരും ഉണ്ട്, ഒന്നേച്ച് വാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. വത്സ നീ അവന്റെ തല എടുത്തുകൊണ്ട് വാ, വത്സ ഞാൻ നിന്നിൽ. വത്സൻ അന്നേരം കൊടുവാളുമായിട്ട് ഓടുക. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിത്തല്ലുണ്ടാക്കരുത്, അലോഗ്യം ഉണ്ടാക്കരുത്, അടിപിടി ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം, സ്നേഹിക്കണം. അതാദ്യം പഠിക്കണം. ഇത്ര പടലി കണ്ടിച്ചാ ഞാൻ പ്രസാദിക്കുമെന്ന് ആരാ പറയുന്നത്? മനുഷ്യനെ കൊല്ലുന്ന മാർഗമല്ലിത്. ഇഷ്ടമുള്ള മതത്തിൽ ഇഷ്ടമുള്ളതിലൊക്കെ വിശ്വസിക്കട്ടെ, പക്ഷെ അലോഗ്യം ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്. മറ്റുള്ളവരെ നമ്മളെക്കാൾ സേട്ടർ എന്ന് കാണണം. അതാ ഈ മാർഗം, ഇതിന്റെ മാർഗം അതാ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ചരിത്രം ഏറ്റവും ശ്രേഷ്ഠമേറിയ നല്ല ചരിത്രമാണ്. അപ്പൊ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, 4 പുസ്തകം യേശുവിന്റെ ചരിത്രം, 5ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, ആദിമ സഭയുടെ ചരിത്രം. അത് ആദ്യത്തെ 4ാമത്തെ പുസ്തകമാകുന്ന യോഹന്നാന്റെ സുവിശേഷം 11ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. 1-2 കാര്യം പറയാം. എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം ഇവിടെ ഈ ദിവസങ്ങളിലൊക്കെ അത് തന്നെ മുഴങ്ങിക്കൊണ്ടിരുന്നത്. എന്തുവാ സുവിശേഷം? അയ്യോ, സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുന്നതല്ല, തത്വസംഹിതകളും പ്രത്യയ ശാസ്ത്രങ്ങളെ പറ്റി വാതോരാതെ വർണ്ണിക്കുന്നതുമല്ല. സുവിശേഷം നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതല്ല, റോഡ് ഉപരോധിക്കുന്നതല്ല, സെക്രട്ടേറിയറ്റിന്റെ വടക്കച്ചെന്ന് അവൻ കൊടിയും കുത്തി സമരം ചെയ്യുന്നതല്ല, അവകാശങ്ങൾ നേടിയെടുക്കാൻ ആൾക്കാരെ അണികളെ നിരത്തി റോഡും നാടും എല്ലാം ബ്ലോക്ക് ആക്കി നാട്ടുകാർക്ക് അസ്വസ്ഥത വരുത്തുന്നതല്ല സുവിശേഷം. അല്ല, തമ്മിത്തല്ലുണ്ടാക്കുന്ന നല്ല സുവിശേഷം, ചേരി തിരിഞ്ഞ് ഏരിയ തിരിഞ്ഞ് അടിയുണ്ടാക്കുന്ന മാർഗമല്ല സുവിശേഷം, മതം മാറ്റമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. തിമോത്തിയോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനപാഠമാ. വേണേ ചേർന്ന് പറ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. ഉറക്കെ പറ, അമ്മയെ ഉറക്കെ പറ, ചുമ്മാ ഇരിക്കുക തള്ളയല്ല, ഉറക്കെ പറ. ദാവീദിന്റെ സന്തതിയായി ഉറക്കെ പറ. അങ്ങനെ പറ, മിടുക്കിയായിട്ട് പറ.
ഇനി ചേർന്നെന്ന് പറഞ്ഞ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്ന സുവിശേഷം. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാ? ആറ് പദം പറയാം. വെളിപ്പാട് 1-3, 4, 5, 6 വായിച്ച്. വെളിപ്പാട് 1-5. ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ അത് വായിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5, 6 പെട്ടെന്ന് വായിരുന്നു. ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും. അങ്ങനെ വായിക്കും. ഒന്നുകൂടെ വായിച്ചേ 5-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും. മുമ്പ് ഏതാണ്ട് ചേർത്ത് വായിച്ചല്ലോ. അത് ഏതിന്റെ ആയിരുന്നു? 4ന്റെ ബാക്കിയല്ലായിരുന്നു. എനിക്ക് തോന്നി. 5 വായിച്ചു. വിശ്വസ്ത സാക്ഷിയും. യേശുക്രിസ്തു ആരാണെന്ന? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും എല്ലാം 3 കാര്യമാണ്. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദിജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. അതാ യേശു. 6-ാം വാക്യം വായിച്ചേ മോളെ. നമ്മെ സ്നേഹിക്കുന്നവനായ യേശു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നിന്നെ സ്നേഹിക്കുന്നവനായ യേശു, നിന്നെ ഇഷ്ടപ്പെടുന്നവനായ യേശു. ദൈവം സ്നേഹമല്ലേ? അങ്ങനെ ദൈവം. എനിക്ക് പക്ഷേ സങ്കടവും മനപ്രയാസവും ഒക്കെ ഉണ്ട്. ഈ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന ആൾക്കാര് അയലത്തുകാരെ സ്നേഹിക്കുന്നില്ല. അതെന്നാ? യേശു പഠിപ്പിച്ചത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ. അങ്ങനല്ലേ? പിന്നെ നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. നമുക്ക് നമ്മളോട് തന്നെ വലിയ സ്നേഹം. അതുകൊണ്ട് അത് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ചില വീട്ടിൽ ചില തള്ളമാര് പിള്ളേരോട് പറയുന്നത്, കൊച്ചെ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പൊ അത് സത്യമാണ്. പിന്നെ അങ്ങനെ നമ്മൾ അപ്പുറത്തുകാരെ ഇഷ്ടപ്പെടുന്നത്. നിന്നെ തന്നെ എന്നൊക്കെ വർത്താനം ഞാൻ എന്നെ തന്നെ പിടിക്കാതാ ഇവിടെ. അതുകൊണ്ടായിരിക്കാം. ആദ്യം നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ അയലത്തുകാരനെ സ്നേഹിക്കണം. ദൈവ സ്നേഹമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെയാ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ചുമ്മാ കണ്ണുടച്ച് ഇങ്ങനെ കുലുങ്ങുക. ആവശ്യമില്ല. കണ്ണ് തുറന്നേച്ച് അവനെ ആദ്യം സ്നേഹിക്കുക. എന്നുവെച്ച് പിന്നെ കണ്ണടച്ചേച്ച് മേലോട്ട് നോക്കി കുലുങ്ങുക. ദൈവ സ്നേഹമാണെന്ന്. പുതിയ കൽപ്പന അത് തന്നെ. നിങ്ങൾ തമ്മിൽ നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ. തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ. ഈ ആരോടും പരിഭവവും പിണക്കവും ഇല്ലാത്തവര് മാത്രം ഒന്ന് കൈപൊക്കിക്ക്. ഗുണമുള്ളത് ഏതൊക്കെ ഉണ്ടെന്ന് അറിയാനാ. പക്ഷെ ഞാൻ ആരോടും പിണങ്ങുന്നുമില്ല, പിണങ്ങിയിട്ടുമില്ല. എനിക്ക് ആരോടും പരിഭവവും ഇല്ല. എന്നാ ചെയ്യാനാ? അതെ, പക്ഷെ അബദ്ധം പറ്റിപ്പോയി. അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നു. കർത്താവ് ആയുസ്സും ആരോഗ്യം നാളെ തന്നെ അത് ക്രമീകരിക്കാൻ താല്പര്യമുള്ളൊരു കൈപൊക്കിക്ക്. അതിനും താല്പര്യമില്ല. നമുക്ക് യോഗം പിരിച്ചുവിടുന്നതായിരിക്കും. ഈ കേസ് ഞാൻ എടുക്കുന്നില്ല. നാട്ടുകാരും വേറെ ഉണ്ട്, അവർക്ക് ഞാൻ കൊടുക്കാം. ഇതിനോടൊക്കെ ഇനിയും ദൈവ സ്നേഹമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? ചുമ്മാ തമ്പേറ് തല്ലി പൊട്ടിക്കരുത്, ഓളിനകത്ത് കിടന്ന് ചാടരുത്. ഇതെല്ലാം കൂടെ വെച്ച് അടിച്ച് പേരിപ്പിച്ച് നിന്നെയും കൊല്ലും ഞാനും ചാകും ഇല്ല മൊത്തം കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കരുത്. വെറുതെ എന്തിനാ? ദൈവ സ്നേഹമാണ്. നമ്മെ സ്നേഹിക്കുന്ന യേശു. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്, ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവുണ്ട്. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് മകത്ത. അപ്പോൾ എന്താണ് സുവിശേഷം? ഒറ്റവാക്കി പറയാം, സുവിശേഷം യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു.
ഫിലിപ്പിയ ലേഖനം പഠിപ്പിക്കുക, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറായനാകുന്ന യേശു ക്രിസ്തു കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. നമ്മൾ രണ്ട് പിച്ചിലാ പോകുന്നത്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ആശ്വാസമാണ്. ഈ പണ്ട് ഇരുമ്പായുധം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ചില ആല എന്നാ പറയുന്നത്. ആല ഇവിടെ എങ്ങനെയാ പറയുന്നത്? ആല. ആല കണ്ടിട്ടുണ്ട്. ആലയെ ചെന്നിരിക്കും വലിയ ഇരുമ്പ് തീക്കകത്ത് വെച്ച് പഴിപ്പിക്കും, നന്നായിട്ട് പഴിപ്പിക്കും. നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാണ്. പഴുത്ത് കഴിയുമ്പം അവിടെ ഒരു തൊട്ടിക്കകത്ത് വെള്ളമുണ്ട്, കല്ലിൻ്റെ തൊട്ടിയോ അല്ലെങ്കിൽ തൊട്ടിയോ വെള്ളം കാണും. ഈ പഴുത്തിരിക്കുന്ന ഇരുമ്പ് കൊടിൽ കൊണ്ട് പിടിച്ച് വേറൊരു വലിയ ഇരുമ്പ് പീഠത്തിലോട്ട് വെച്ചേച്ചേ ഈ പണിയുന്ന അദ്ദേഹം ആ വലിയ കൂടമെടുത്ത് ഈ വെള്ളം ഇത് തൊട്ടിലോട്ട് മുക്കിയേച്ച് അങ്ങോട്ട് വെക്കും. അതിന് കൂടമെടുത്ത് ഒരടി അടിക്കും. ഒറ്റ അടി അടിക്കുമ്പം ചിലപ്പം മക്കളോ പുള്ളിക്കാരിയോ അടുത്ത് കാണും. അവരുടെ കയ്യിൽ ഒരു ചെറിയ ചുറ്റികയുണ്ട്. പുള്ളി വലിയ കൂടമെടുത്ത് ഇങ്ങനെ അടിച്ചേച്ച് പിന്നെ ഈ ചുറ്റിക പൊക്കി വരുന്ന സമയം കൊണ്ട് പുള്ളിക്കാരി രണ്ടടി അടിക്കും. അത് വലുതായിട്ട് ഏക്കുന്നില്ലെങ്കിലും പുള്ളിക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസമാണ്. കുഴപ്പമില്ല. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ആമേൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ഒരു സഭയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിലോ പെടട്ടെ, ഇതൊക്കെ മനുഷ്യനൊപ്പിച്ച വികൃതികളാണ്, വികൃതിത്തരമാണ്. നീ ഏത് വ്യക്തിയുമാകട്ടെ, എനിക്കും നിനക്കും സർവർക്കും വേണ്ടിയ യേശു സ്വർഗമഹിമകൾ വിട്ടത്. സൂര്യൻ എല്ലാവർക്കും ഉള്ളതാ. സൂര്യൻ യേശു എല്ലാവർക്കും ഉള്ളതാണ്. സൂര്യൻ ഞങ്ങളുടെ കത്തോലിക്കരുടെയാ. ആരെങ്കിലും പറഞ്ഞ അവനെ പെട്ടെന്ന് ഇവിടെ ഒരു സ്ഥലമുണ്ട്, എന്തുവാ നമ്മുടെ അതാ എന്നെ സ്ഥലവന് ഊളംപാറ, അവനെ പെട്ടെന്ന് കൊണ്ടുപോകണം അവിടെ. ചന്ദ്രനും എല്ലാവർക്കും ഉള്ളതാ. വായു എല്ലാവർക്കും വേണ്ടിയാ. ഞങ്ങൾ പണ്ട് നോട്ടീസ് കെട്ടാൻ പോയപ്പോൾ ഒരു ഈ പോസ്റ്റ് ഒട്ടിക്കാനും ബാനർ കെട്ടാൻ പോയപ്പോൾ മതിലിനകത്തുനിന്നൊരു തള്ള പോസ്റ്റിൻ്റെ അവിടെ ഇവിടെ കെട്ടാനൊക്കത്തില്ല, ഇത് ഞങ്ങളുടേതാണ്, മതിലിന് വെളിയില്ല. അപ്പോൾ കൂടെ വന്ന പുള്ളി ചോദിച്ചു, അങ്ങനെ ആണെങ്കിൽ ആ മേളിൽ കാണുന്ന ആകാശവും നിങ്ങളുടേതായിരിക്കുമല്ലോ, നിങ്ങളുടെ വീടിൻ്റെ. അങ്ങനത്തെ വട്ടുകേസുകളൊക്കെ ഒത്തിരി ഉണ്ട്. സൂര്യൻ എല്ലാവർക്കും വേണ്ടിയാ, ചന്ദ്രനും എല്ലാവർക്കും വേണ്ടിയാ. പകൽ വാഴേണ്ടതിന് സൂര്യനെയും രാത്രി വാഴേണ്ടതിന് ഇത് ദൈവം സൃഷ്ടിച്ച് എന്തിനാണെന്നറിയാം? മനുഷ്യന് വേണ്ടിയാ. എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാ. ഒരു സഭയുടെ ഒരു സമൂഹത്തിന്റെ സ്വന്തമല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, അനുധാവനം ചെയ്യാം, സേവിക്കാം, സ്നേഹിക്കാം. യേശു എല്ലാവരുടെയാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. ഇനി എന്തിനാ ഈ സുവിശേഷം? സുവിശേഷം എന്തിനാ? നാളൊരാൾ പറഞ്ഞു വയറ്റിപ്പഴപ്പിനാന്ന്. വേറൊരു അമ്മ ഒരിക്കൽ പറയാ, കുറെ അവന്മാരുണ്ട് തൊഴിലും കൂലിയില്ലാത്ത, ജോലിയും കൂലിയില്ലാത്ത കുറെ
അവന്മാര് ജോലിയും കൂലിയില്ലാത്തവർക്കുള്ളതാണോ ഇത്? ഇന്നാളെ ഒരാൾ പറഞ്ഞു ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത, ഇതൊരു വലിയ പണിയാ, ഇതൊരു പണിയാ, അധ്വാനിക്കണ്ടേ? രണ്ട് വാക്യമാണെങ്കിലും കാണാതെ പറയണേ, കാണാതെ പഠിക്കണ്ടേ? അധ്വാനമല്ലേ? നീ ഇഞ്ഞു വാ, നിന്റെ ഒരു പണിയിൽ ചുമ്മാ പറയുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം നിന്ന് നമുക്ക് പറയാം. ഏത് ജോലിയുടെയും പിന്നിൽ അധ്വാനമുണ്ട്. ഏത് ജോലി, അടുക്കളയിലെ ചെല്ല് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോ നിനക്ക് എന്നെ അടി ഇവിടെ പണി, അരി അങ്ങനെ ഇരുന്നാ ഇങ്ങനെ വരുവോ? പറ. ചെയ്യണ്ടേ? എന്തെല്ലാം അതിന്റെ പിമ്പിൽ അധ്വാനം. ചിലപ്പോ ഒരു കൂട്ടാനായിരിക്കും, ആ കൂട്ടാന്റെ പിമ്പിൽ അധ്വാനമില്ലേ? ഉണ്ട്. എല്ലാത്തിന്റെ പിമ്പിൽ അധ്വാനമുണ്ട്. ഈ മൈക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, പുള്ളി നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇല്ലയോ മഞ്ഞ അരുണ? അധ്വാനിക്കുന്നില്ലേ അല്ലേലിയ എന്ന് പറഞ്ഞാൽ അവിടെ അളിയാന്ന് കേൾക്കും. അത് കേൾപ്പിക്കാതിരിക്കാൻ പുള്ളി അതിന്റെ മുമ്പിൽ നന്നായിട്ട് അധ്വാനിക്കുന്നു. ഏത് ജോലിയുടെയും പ്രവൃത്തിയുടെയും മുമ്പിൽ അധ്വാനമുണ്ട്. അപ്പോൾ ഇത് പണിയില്ലാത്തവർക്കുള്ളതല്ല. ചെല്ലങ്ങനെ പറയുന്നത് വയറ്റിപ്പഴപ്പിന്. എല്ലാവർക്കും വേണ്ടായോ? എല്ലാവർക്കും വയറ്റിപ്പഴപ്പിന് ആണെന്നാ. അപ്പൊ എന്തിനാ ഈ സുവിശേഷം? ഒറ്റ വാക്കി പറയാ, സുവിശേഷം അവൻ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ച്, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. ഞാനിതെല്ലായിടത്തും ഇപ്പൊ പറയുന്നുണ്ട്, കാരണം ഇത് പറഞ്ഞു നോക്കൂ, ചിലക്ക് അറിയത്തില്ല ഇത് എന്നതാന്ന്. അതിനാ ഇത് പറയാൻ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അവൻ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ ഈ നല്ല സമയം, വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം, വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അയ്യോ, രക്ഷപ്പെടാൻ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ദൈവത്തിന് സ്വോത്രകാഴ്ചയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട, കാളയും വേണ്ട, കഴുതയും വേണ്ട, കോഴിയും വേണ്ട, പൂവനും വേണ്ട, പിടയും വേണ്ട, വാഴക്കൊലയും വേണ്ട, അവൻ സ്തോത്ര അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, ഗിണിയും വേണ്ട, ഒന്നും വേണ്ട. ചിലരുടെ ചിന്ത ഇതെല്ലാം കൊടുക്കുമ്പം രക്ഷപ്പെടുവാൻ. അല്ലല്ല, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുവാ അത് കൊണ്ടുവാ, ഇത് കൊണ്ടുവാ. യേശു പഠിപ്പിക്കുന്ന എന്നാന്നറിയോ? ഒന്നും കൊണ്ടുവരണ്ട, നിന്നെ അങ്ങ് സമർപ്പിച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് പ്രാർത്ഥി. എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എന്നെ അങ്ങ് തരിക, അത് മതി. ഒരു സ്വോത്രകാഴ്ചയും കൊടുക്കണ്ട, പൈസ ഒന്നും കൊടുക്കുക. ദൈവത്തിന് എന്തിനാ പൈസ? പിന്നെ ഇവിടെ സ്വോത്രകാഴ്ച എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പന്തല് അതിനാ, അല്ല ദൈവത്തിനല്ല. ദൈവത്തിന് ഈ സ്വോത്രകാഴ്ച കിട്ടിയ വേണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ദൈവത്തിന് നിന്നെ ആവശ്യം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. യേശുവിന് ഹൃദയം കൊടുക്കുക. മറ്റൊരുത്തരും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇനി ആരായി സുവിശേഷം കേൾക്കണ്ടേ? ഒരു വാക്യം വായിച്ചേ മോള്, സങ്കീർത്തനം 49:1. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? 49:1.
സകല ജാതികളുമായുള്ളവരെ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം, എല്ലാരും കേൾക്കണം കേട്ടോ, എല്ലാരും കേൾക്കേണ്ടതായത്. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഈ ജാതിയും മതവും മാർഗവും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച വികൃതി തരങ്ങളാണ്. അതെ, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, ഞങ്ങൾ ഇച്ചിരി മെയിൻ ആൾക്കാരാ, മറ്റവര് കൊള്ളുകയല്ല, ഇതൊക്കെ മനുഷ്യനൊപ്പിച്ച നാശക്കൊള്ളികളാണ്. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ പലരും വിശ്വസിക്കുകയല്ല. ഇതെടുത്തോണ്ട് നടക്കുന്നതല്ലാതെ വിശ്വാസമൊന്നുമില്ല മിക്കവർക്കും. പക്ഷെ ഇതില് പരമാർത്ഥം പറയാം, ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കും. ഈ കേരളത്തിലുള്ള സകല മനുഷ്യനും അല്ല, ഇന്ത്യയിലുള്ള സകല മനുഷ്യനും അല്ല, പാകിസ്ഥാനും ചൈനയും ബർമയും ഭൂട്ടാനും എല്ലാം, അമേരിക്കയും കാനഡയും സകല എണ്ണു ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, അത് വർഷങ്ങളായിട്ട് കാലാവസ്ഥയും ഭക്ഷണക്രമവും ജീവിതചര്യയും നിഷ്ഠയും ചിട്ടയൊക്കെ ആയിട്ട് ഈ പരുവത്തിനായതാ. അതെ, ആണെന്ന് അദ്ദേഹം നന്നായിട്ട് ചുമന്നിരിക്കുന്നു, നമ്മൾ അങ്ങനെ നോക്കിയാൽ ഒക്കുകയല്ല. അതെ, അത് കുറ്റമല്ല. അവരുടെ ഭക്ഷണക്രമം ക്ലൈമറ്റ് ഒക്കെ വ്യത്യസ്തമാണ്. അവർ ചുമ്മാതിരിക്കുമ്പോഴും കഴിക്കുന്നത് ചിലപ്പം നട്ട്സ് ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് നട്ട്സ്, നമ്മൾ ആഞ്ഞിലിക്ക് ആ കുരു വറുത്ത ആഞ്ഞിലിയുടെ മൂട്ടി പോയപ്പോൾ ആ വീടിൽ നിന്ന് ഓർത്ത് അല്ലെ കയറി പറിച്ചേച്ച് അതുകൊണ്ട് ചാരത്തിനകത്ത് പാത്ത് വെച്ചേച്ച് പിന്നെ പഴുത്ത് കഴിയുമ്പോൾ അത് തോടും എല്ലാം കളഞ്ഞത് പഴം തിന്ന് കുരുവെല്ലാം കൂടെ വെള്ളത്തിലൊന്ന് ഇട്ട് കഴുകി വെയിലത്തിട്ടൊന്ന് ഉണങ്ങി വറകെട്ടി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നത്, വറകെട്ടി എന്നാണ്. വറകെട്ടിക്ക് ആ തോട്ടുവറ വറുത്ത് അത് ആ മുറത്തിലോട്ട് ഇട്ടേച്ച് മുളനാഴിയുണ്ട്, അതുകൊണ്ട് 3-4 ഉരുട്ടി വെച്ച് പേറ്റി അതിൻ്റെ ഇത് കളഞ്ഞേച്ച് പിന്നെ അതാണ് നമ്മുടെ നട്ട്സ്. അതാ. അപ്പം അത് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, മറ്റേത് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതാരുടെയും കുഴപ്പമല്ല. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പുള്ളി ഇരുന്ന് അത് പറഞ്ഞു കൊടുക്കുന്നത് ഗുണമുള്ള കാര്യമാണ്. പിന്നെ അമ്മ പറഞ്ഞു കൊടുക്കുന്നോ? അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ആഞ്ഞിലിക്കുരു ആണെന്ന് ആയിരിക്കുകയല്ല പറയുന്നത്, വേറെ വല്ലതും ആയിരിക്കും. അമ്മ പറയാതിരിക്കുന്നതാണ് നല്ലത്. പുള്ളി എന്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സകല മനുഷ്യരും ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ് ആണെന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ മരണത്തിന്റെ പേര് പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവന്മാർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. നമ്മൾ അതിനൊന്നും പ്രാർത്ഥിക്കാൻ നേരെ നമ്മൾ പ്രാർത്ഥിക്കുക അമേരിക്ക പോകണം, വിസ അടിക്കണം. മദ്രാസിലിരിക്കുന്ന മദാമിയോട് ദൈവം, പിന്നെ അറബിയോട് ദൈവം, അറബിക്ക് സ്വസ്ഥത വിടും. അയാൾ വല്ലതും ചെയ്തോ നിന്നോട്? നീ പ്രാർത്ഥിക്കേണ്ടത് ഈ അലോഗ്യം ഉണ്ടാക്കുന്നവനെല്ലാം ദൈവമേ നല്ല ബുദ്ധി ഉണ്ടാക്കണം, ഈ നാശം ഒപ്പിക്കുന്നവനെല്ലാം ദൈവം സന്ദർശിക്കണം. ആമേ, സമാധാനവും സന്തോഷവും ശാന്തതയും സൗകര്യവും ഉണ്ടാകണം. ദേശം അനുഗ്രഹിക്കപ്പെടണം. ഈ കൊച്ചു കേരളത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ഇന്ത്യ രാജ്യത്ത് ജാതിയുടെ വർഗത്തിന്റെ പേര് പറഞ്ഞ പ്രശ്നം ഉണ്ടാകരുത്. അല്ല, ലോകരാജ്യങ്ങൾ തമ്മിൽ പോരാ, അത് ഉണ്ടാകരുത്. യുദ്ധം ഇതെല്ലാം ഒന്ന് ശമിക്കട്ടെ, പ്രാർത്ഥിച്ച്. മനുഷ്യനാണ് ഇതെല്ലാം ഒപ്പിച്ചു വച്ചേക്കുന്നത്. ജാതി ഞങ്ങൾ കൂടിയതാ, ഇവര് കുറഞ്ഞതാ. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ആൾക്കാർ പറയും, നമ്മൾ ചിലരോട് ചോദിക്കല്ലേ അവരും നിങ്ങളുടെ കൂടാണ്, ഞങ്ങളുടെ കൂടെ. പ്രാർത്ഥിക്കുന്ന നീ ആണോ ഇത് പറയുന്നത്? ആണോ പ്രാർത്ഥിക്കുന്ന നീ? നിന്റെ വായിന്നാണോ ഇത് വരുന്നേ? നിന്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുകയല്ല. ഇവിടെ ഇങ്ങനെ കിടന്ന് കാലം കഴിയിട്ട് അടിക്കാന്നല്ലാതെ വെറുതെ കിടന്ന് ഇളകുക. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ദൈവത്തിന് മഹത്വം. പുസ്തകം പഠിപ്പിക്കുന്ന കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഓടിച്ചു പോകാൻ ചിലർക്ക് ഇതൊന്നും പ്രസംഗം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മുഖം കാണുമ്പോൾ എനിക്കറിയാം.
ഓ ഇത് പറയാനാന്നോ ഇയാള് വലിയ കാര്യത്തെ 8 മണിയായപ്പോ ഇങ്ങോട്ട്? ഇതല്ലേ പറയണ്ടത്? ഇതാ പറയണ്ടത്. സ്തോത്രം. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. അല്ല, എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ. മറ്റു കാര്യങ്ങളൊന്നും എല്ലാവരും കൂടെ ഇരുന്ന് കേൾക്കാനൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡാടാ എഴുന്നേറ്റ് പോ, ഞങ്ങളൊരു കാര്യം പറയാൻ പോവാ. ഉണ്ടോ? ചെല്ലു പറയുന്നത് കേട്ടിട്ടില്ലേ? പിള്ളേരെല്ലാം പോയേ. ഞങ്ങൾ മൂത്തവര് പറയുന്നതല്ല അത്രയാ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ. ഇപ്പൊ നേരെ തിരിഞ്ഞു കൊച്ചുങ്ങൾ പറയാം, നിങ്ങൾ പ്രായമുള്ളവര് പോയി, ഞങ്ങൾ ചില കാര്യങ്ങൾ. നേരെ തല തിരിഞ്ഞു. ഇവിടെ പറയുന്നതൊന്നും എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ. TV തുറന്നേ, എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കാണാമോ? ഓരോന്നോരോന്നല്ലേ കാണുന്നത്. അന്നേരം അമ്മ പറയാം, അടുപ്പല്ലേ ഏതാണ്ട് മണക്കുന്നെന്ന് തോന്നുന്നു. ഒന്നും മണന്നിട്ടല്ല, ഇത് കാണാൻ തള്ളക്കൊക്കുകയല്ല, കൊച്ചുങ്ങളിരിക്കുന്നു. അങ്ങനത്തെയൊക്കെ അല്ലേ വരുന്നത്. ഒന്നും അറിയാൻ മേല. അല്ല, മാലാഖമാര് വന്നിരിക്കുന്ന ദൈവമേ, സന്ധ്യ ആയപ്പം കണ്ടൂപ്പാട് വന്ന് വെച്ചിരിക്കുന്നതുണ്ട് ഇതിനകത്ത്. അയ്യോ, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാവർക്കും കാണാനും എല്ലാവർക്കും കേൾക്കാനും പറ്റാത്തതാ ഈ ലോകത്തിൽ. അത് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും മൊബൈലൊക്കെ കയ്യിലിരിക്കുകയോ എന്തെല്ലാമാ കാണുന്നത്. ദൈവമേ, ചെല്ലങ്ങ് കണ്ട് അർദ്ധരാത്രി ആയാലും ഉറങ്ങത്തില്ല. കണ്ട് അവസാനം കണ്ണിന് ഉറക്കം പിടിച്ച് ഇത് നെഞ്ചത്ത് കിടക്കുക. പണ്ട് ഉദാഹരണമാകുന്ന ഉത്തണ്ടവാരിരാന്ന ഒരു വരി എഴുതി, കണ്ടോളം കൺകുളിർക്കണി ഭവന മനോകാരിണി രാജലക്ഷ്മി കണ്ടാശുവയം കലർന്നുള്ളിൽ വിലസുമത് മനോഭിരാമഹാചണ്ടാരം കൊണ്ട് പൂർണ്ണ. പണ്ട് പഠിച്ചതാ. എത്ര കണ്ടിട്ട് മതി വരുന്നില്ലല്ലോ. ആവശ്യമില്ലാത്തെല്ലാം കാണുകയല്ലേ. പണ്ട് പുരാണ കഥയിലുണ്ടായിരുന്നു, ഭീമൻ പൂ പറിക്കാൻ പോയി. എന്തോ പൂവാന്നോ? പൂവിന്റെ എന്തോ പൂവാമ? മുല്ലപ്പൂ. ഉറക്കം പറ. ഇങ്ങനെ വെച്ചാലൊന്നും എനിക്കറിയാൻ മേല. അതാ. അപ്പൊ പൂ പറിക്കാൻ പോവുക, കല്യാണ സൗബന്ധികം. അപ്പൊ അങ്ങനെ പോകുന്ന വഴിയിലൊരു വാനരം കടന്നു. ആ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് അറിയാം. നോക്കടാ, നമ്മുടെ മാർഗേ കിടക്കുന്ന മറക്കടാ, നീ അങ്ങ് മാറിക്കിടാ ഷടാ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുമ്പോൾ പിന്നെ അവർ തമ്മിലുള്ള സംസാരം. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അങ്ങോട്ട് ചെന്നപ്പം ഈ കല്യാണ സൗബന്ധികം നിൽക്കുന്ന പൊയ്ക കണ്ടു. പൊയ്ക പൂ മാത്രമല്ല പുള്ളി കണ്ടതെന്നാന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ചിരിക്കുക. അങ്ങോട്ട് ചെന്നപ്പം കല്ലോലജാലം കളിക്കുന്ന കണ്ടു. അത് കണ്ടു. കല്ലോലജാലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിര, കാറ്റടിക്കുമ്പോ ഇങ്ങനെ തര. കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുട്ടയ കമല. അത് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല കേട്ടോ, വേറെ കേസാ. കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുട്ടയ കമലമത് കണ്ടു. കല്യാണിമാരും കുളിക്കുന്ന കണ്ടു. അത് കണ്ടു. കല്യാണിമാരും കുളിക്കുന്ന കണ്ടു. വലുമകിട്ട് ചെട്ടില്ല ചെല്ലപ്പെട്ടവും അത് കണ്ടു. അന്നങ്ങളങ്ങൂ പറക്കുന്ന കണ്ടു. മഴ കിട്ടിയ നടനം അത് കണ്ടു. ചക്രവാരങ്ങളുടെ വിക്രമം കണ്ടു. എല്ലാം പുള്ളി കാണുക. മാരാരിക്കൂറ്റൻ മതിക്കുന്ന കണ്ടു. ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു. ഗന്ധദ്വീപം വന്നിറങ്ങുന്ന കണ്ടു. ഇതെല്ലാം പുള്ളി കാണുക. എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും ആവശ്യമില്ലാത്തതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുക. എന്നാൽ ഇവിടെ കേൾക്കുന്നതും കാണുന്നതും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാനും കാണാനും പറ്റാത്തതാ. ഇപ്പൊ തന്നെ ഞാൻ പാടിയപ്പോ ചിലരുടെ മുഖത്തൊരു മ്ലാനം. കല്യാണിമാര് കുളിക്കുന്ന കണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞതാണോ നമ്പ്യാർ എഴുതി വെച്ചത്? ഞാനൊന്ന് ചൊല്ലിയെന്നല്ല ഉള്ളു. ഉണ്ടേ തന്നെ. അതാ ഇത് കേൾക്കാൻ പറ്റും. ഇവിടുത്തതൊന്നും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്തതാ. പക്ഷേ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാം എല്ലാവരും ഒന്നിച്ചിരുന്നല്ലേ കേൾക്കുന്നത്. ചെറുക്കനും ആണ്ട കൊച്ചു മോളും ആമി സഹോദരിമാരും യൗവനക്കാരും ആണ്ട പിതാക്കന്മാരും ദൈവദാസന്മാരും ദേശവാസികളും എല്ലാവരും ഒന്നിച്ചിരുന്ന് എല്ലാവർക്കും ഒന്നിച്ച് കേൾക്കാൻ പറ്റാവുന്ന ഒരേ വാർത്തയുള്ളൂ, അത് സുവിശേഷം.
ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, സദ്വർത്തമാനം. അതുകൊണ്ട് ഇതെല്ലാവരും കേൾക്കണം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, താല്പര്യമുണ്ടേ ഉൾക്കൊണ്ടാ മതി, പക്ഷെ കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നതാണ്. തന്നെയല്ല, മനസ്സിലാകുന്ന ഭാഷയിലുമായി ഇവിടെ പറയുന്നത്, അല്ലാതെ ആർക്കും പിടികിട്ടാത്തതല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ്. അപ്പൊ എല്ലാവരും കേൾക്കണം സുവിശേഷം. ഓടിച്ചു പോകാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം, ഇത് കേൾക്കണം. അതെ, കേട്ടാലുള്ള ഗുണം എന്താണ്? കേട്ടാലുള്ള, അയ്യോ ഈ സുവിശേഷം വന്നതായി ഇത്രയും ഗുണമായത്. അതെ, ഒരു കാലത്ത് ഈ നാട്ടിലെ ഈ അന്ധകാര നിബിഡമായ ഒരു നാടായിരുന്നു. ഈ നാട് മാത്രമല്ല, എല്ലായിടും ഇതുപോലെ ഇരുട്ട് തിങ്ങിയ ഒരു സ്ഥലം. അതെ, അതെന്താ പറയാ, മനുഷ്യന് വഴിയിൽ കൂടെ നടക്കാനൊക്കത്തില്ല എല്ലാവർക്കും. ഞാൻ പറയാറുണ്ട്, പട്ടിക്കും പന്നിക്കും എല്ലാം വഴിയിൽ കൂടെ തെരുതെരുതെരുതെരാന്ന് നടക്കാം, തുരുതുരുതുരാന്ന് നടക്കാം. പക്ഷെ ഒരു 100 കൊല്ലം മുമ്പ് എല്ലാവർക്കും ഒന്നും വഴിയിൽ കൂടെ നടക്കാൻ ഒക്കത്തില്ല. എന്തിനാ വേറെ ജില്ലയിലോട്ട് പോകുന്നത്? തിരുവനന്തപുരം ജില്ലയെടുക്ക്. ജില്ലയിലെ പത്മനാഭപുര സ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പരിസരത്തും അകത്തും എല്ലാ ജാതിക്കാർക്കും കയറാൻ ഒക്കത്തില്ല, ഒക്കത്തില്ല, ഒക്കത്തില്ലെന്ന്. രാജവീതിയിൽ കൂടെ അധസ്ഥിതനെന്ന് നാട്ടുകാര് ലോകക്കാര് പറഞ്ഞ അധകൃതരെന്ന് അവൻ മുദ്ര കുത്തിയ പലർക്കും അതിലേക്കൂടൊന്നും നടക്കാനൊക്കത്തില്ല. അതുകൊണ്ടാ മഹാനായ ശ്രീ അയ്യങ്കാളി വില്ലുവണ്ടിയില്, നിങ്ങളൊന്നും കേട്ടിട്ടൊന്നും ഇല്ലയോ? ഓ, വില്ലുവണ്ടിയെ പോയെന്ന് പുള്ളി കരുത്തനായിരുന്നു. തടയാൻ പറഞ്ഞു. തടയാനൊക്കെ ചരിത്രമൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എല്ലാവർക്കും വഴി നടക്കാനൊക്കത്തില്ല. പട്ടിക്കും പന്നിക്കും എല്ലാം വഴിയിൽ കൂടെ പോകാം, മനുഷ്യന് പോകാനൊക്കത്തില്ല. പ്രധാനപ്പെട്ട ആൾക്കാർ വരുമ്പോൾ മറ്റ് ജാതികളെല്ലാം ഇത്രയടി ദൂരം നിൽക്കണം. നായർ ഇത്രയടി, ഈഴവർ ഇത്രയടി, പുലയർ ഇത്രയടി, സാമ്പവർ ഇത്രയടി, മറ്റ് ജാതികളെല്ലാം നാടാർ ഇത്രയടി, എല്ലാം ഇത്രയടി ദൂരം നിൽക്കണം. അതിക്രമിച്ച് ചെന്നാൽ വേറെ അടി. അങ്ങനത്തെ കാലമാ, അന്ധകാരം. അപ്പൊ ഇതിനെ മാറ്റം വരുത്തുവാൻ ഇടയാക്കുന്നതിന്റെ മൂല കാരണം ഈ സുവിശേഷം എന്നതാണ്. ചരിത്രം പഠിക്കുന്നവരോട് ചോദ്യം. അമ്മമാർക്ക് മാറി മറയ്ക്കാനൊക്കത്തില്ല, മാറി മറയ്ക്കാൻ സ്ത്രീകൾക്കൊക്കത്തില്ല. എല്ലാവർക്കും വസ്ത്രമൊക്കെ നന്നായിട്ട് ഉടുക്കാൻ കൊട്ടാരത്തിലുള്ളവർക്ക്, അതുപോലെ അവരോട് പറ്റി നിൽക്കുന്നവർക്കൊക്കെ പറ്റും, അല്ലാത്തവർക്ക് ഒക്കത്തില്ല മാറി മറയ്ക്കാൻ. മാത്രമാണോ അവയവങ്ങൾക്ക് കരം കൊടുക്കണം. അവയവങ്ങൾക്ക്, ഒരമ്മയ്ക്ക് അവയവത്തിന് കരം കൊടുക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് അവയവം ചെത്തി ചേമ്പലെ കൊടുത്തു. എൻ്റെ കരമില്ലെന്ന്. മാത്രമാണോ പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പള്ളിക്കൂടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലയോ വെങ്ങാനൂര് ഒരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിരുത്തി. നിങ്ങൾക്കറിയാവല്ലോ, തിരുവനന്തപുരംകാരല്ലേ. പെൺകുട്ടിയുടെ പേര് പഞ്ചമി. പള്ളിക്കൂടത്തിലിരുത്തി, പള്ളിക്കൂടത്തിന് തീ വെച്ചു. ഇതൊന്നും കേട്ടിട്ടില്ലേ? പള്ളിക്കൂടത്തിന് തീ വെച്ചെന്ന സമാന സംഭവം തിരുവിതാംകൂർ സെൻട്രൽ ട്രാവൻകൂറിൽ നടന്നു. സ്കൂളിൽ കയറ്റത്തില്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. കാരണം സംസ്കൃതം ദേവഭാഷയാണ്, അത് ചിലർ മാത്രം ഉച്ചരിക്കുകയുള്ളു. അധസ്ഥിതൻ അധകൃതൻ ഇത് ഉച്ചരിക്കരുത്. ഉച്ചരിച്ചാൽ അവനെ നാവ് പിടിച്ചെടുക്കണം. പാത്രം തന്നാലും കേട്ടാൽ ചെവിക്കകത്ത് ഈയ ഒരുക്കി ഓടിക്കണം. ഇതൊക്കെയാ ഒപ്പിച്ചു വെച്ചത്. സംസ്കൃതം അത് അവര് ചൊല്ലും, കേൾക്കുക പോലും പാടില്ലെന്നാ. അത്രയ്ക്ക് അധപതനമായിരുന്നു. അവര് ചൊല്ലും ഏമുഖം ഋഷികേശം ഉടാകേശേന ഭാരത അതിഭൂതം ചക്കിൻ പുറത്ത അതിദൈവം കിമുച്യതേ. അതൊക്കെ അവര് ചൊല്ലും. നമ്മളെങ്ങാനും ചൊല്ലിയ, ഇപ്പൊ ഞാൻ ചൊല്ലി 100 കൊല്ലം മുമ്പ് എൻ്റെ വല്യപ്പൻ വല്ലതും നാക്ക് കാണുകയല്ല കണ്ടിച്ചോണ്ട്. അങ്ങനത്തെ അന്ധകാര നിബിഡമായ സ്ഥലമാണ്. അപ്പൊ ഇതിന് മാറ്റം വന്നത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. നേരും ചൊവ്വനും തുണി കൊടുക്കാൻ പഠിപ്പിച്ചതാ സുവിശേഷം ആണെന്ന്. നാളൊരു തള്ള പറയുന്നു, ഒരു തള്ള പറയാ ക്രിസ്ത്യാനികളുടെ ഒന്നും വേണ്ടാന്ന്. ക്രിസ്ത്യാനികളുടെ, ഞാൻ പറഞ്ഞതല്ല,
തള്ള പറഞ്ഞതാ. അപ്പം വേറെ ആള് പറഞ്ഞു അങ്ങനെ ആ തള്ള ഈ വിളക്ക് കത്തിച്ചിരുന്നാൽ മതി, കറണ്ട് വേണ്ട, ക്രിസ്ത്യാനിയാ കണ്ടുപിടിച്ചെന്ന്. ഇലക്ട്രിസിറ്റി ബൾബ് തെളിച്ചതേ. ഓ ഒന്നും അറിയാൻ മേൽ. ഇതാരുടെയും സ്വത്തൊന്നുമല്ല കേട്ടോ. അപ്പൊ വല്ലാത്തൊരു അന്ധകാര നിബിഡമായ അന്തരീക്ഷമായിരുന്നു ഈ കേരളത്തിൽ. മറ്റുള്ളവർക്ക് ഉടാനും നടാനും കറ്റ കൊയ്യാനും മെതിക്കാനും പറ്റുന്ന ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യും, അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയ മാർഗമാ സുവിശേഷം. ഞാനിങ്ങനെ പറഞ്ഞ ആ ഭാഗം പെടാ. സുവിശേഷം വന്നത് കൊണ്ട് 2 അക്ഷരം കൂട്ടി വായിക്കാനിടയായി. പള്ളിക്കൂടം ഉണ്ടാക്കി അക്ഷരം പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ ആശാൻ പണ്ടെഴുതി, അക്ഷരം എന്നത് അറിവിയില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയത്തില്ല. മാടോട് ചേർത്ത് മനുഷ്യനെ കണ്ടത്തിൽ വെച്ച് ഒഴുക. കല്ലുമാല സമരമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ചാന്നാറിലെ കള നിങ്ങൾക്കറിയാം, നാടാറിലെ കള നിങ്ങൾക്കറിയാം. മിശ്രഭോജനം അറിയാമല്ലോ, ചരിത്രം പഠിക്കുന്നു. പണ്ഡിറ്റ് കറുപ്പന്റെ കാലത്തൊക്കെ വൈകുണ്ഠസ്വാമികള്, പണ്ഡിറ്റ് കറുപ്പനെ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, അവരെല്ലാം നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തുവാൻ മുഖാന്തരമായ മൂല കാരണം ഈ സുവിശേഷം വന്നതാണ്. ഇതിനൊന്നും ഇങ്ങനൊന്നും അല്ല ഹല്ലേലൂയ പറയണ്ട. പിന്നെ ഈ രാത്രി ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം, ഇനി പറയുകയും വേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ. എവിടെയും ഉയർത്താൻ പറ്റുന്നത് ആ സുവിശേഷം. അയ്യോ അയിത്തമാ വലിയ വീട്ടിലൊന്നും കേറ്റുകയല്ല. തറവാടുകളിലേ 4 കെട്ടും പടിപ്പുര 8 കെട്ടും 16 കെട്ടും ഒക്കെ ഉള്ളിടത്ത് ഒന്നും കയറ്റുകയല്ല. എല്ലാവർക്കും കയറാനൊക്കത്തില്ല. ഭക്ഷണം കൊടുക്കുകയല്ല. മുറ്റത്തിന് ദൂരെ കുഴി കുത്തി കുഴിക്കകത്ത് ഇല കോട്ടി വെക്കും. അങ്ങനെയൊക്കെയാ. ഇപ്പോൾ ഇതൊന്നും പിള്ളേർക്ക് അറിയത്തില്ല. ഇവരോട് പറഞ്ഞിട്ട് ഒന്നും കാര്യവുമില്ല. ഇതൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അയിത്തം തൊടുകയല്ല. തൊട്ടാൽ മുട്ടിയാൽ തന്നെ പോയി കുളിക്കുക. കുളിക്കണം. അല്ല അങ്ങനെയും കുളിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. കൂടെ അങ്ങ് തൊട്ടേക്കണം. ആശുപത്രി ചെന്നാൽ പരിശോധിക്കത്തില്ല. തമ്പുരാക്കന്മാരെ എല്ലാം ചുമന്നോണ്ട് പോകണം. എന്താ അതിന് പറയുന്ന ചുമക്കുന്നേ? ആ പല്ലക്ക് പല്ല് കൊള്ളുകയിലും പല്ലൊക്കെ ഉണ്ട്, ചുമക്കുക. ഒരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു പാർട്ടിക്കാരുടെ പാട്ടാന്ന് തോന്നുന്നു. പണ്ട് ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ വല്യമ്മച്ചിയൊക്കെ പാടി കേട്ടിട്ടുണ്ട്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. അതുങ്ങളെല്ലാം വെച്ചോണ്ട് ചുമക്കുക. അതുങ്ങളിങ്ങനെ മുറുക്കി തുപ്പി ഇങ്ങനെ മലന്ന് കിടക്കുക. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ പാടാൻ നേരമില്ല. അപ്പൊ ഇങ്ങനെ അതപ്പതിച്ചൊരു കാലം. ഞാൻ ഓർപ്പിച്ചല്ലോ, ആശുപത്രി ചെന്നാൽ പരിശോധിക്കുകയല്ല. എല്ലാവരെയും സാറുവർഗത്തിൽപ്പെട്ടവർ, അധസ്ഥിതർ, അധകൃതരിൽ നിന്ന് മുദ്ര കുട്ടിയ ആൾക്കാരെ ചെന്നാൽ അന്നത്തെ ഡോക്ടർമാര് അടുത്ത് വന്ന് എല്ലാവരും ഒന്നും പരിശോധിക്കില്ല. കുടലിൽ വെച്ച് പരിശോധിക്കണ്ടേ? അപ്പോത്തിക്കിരി പരിശോധിക്കുകയല്ല. എന്നാൽ വലിയ പുള്ളിക്കാർ വന്നാൽ അവരെ പിടിച്ചിരുത്തി നന്നായിട്ട് അത് നല്ല പ്രത്യേക പരിശോധനയാണ്. ഞങ്ങളുടെ ഒരു അപ്പച്ചനൊരു പാട്ട് എഴുതിയായിരുന്നു. ഇവർക്ക് കിട്ടേണ്ട മരുന്നല്ല ഇവർ വേറെ സൈഡിൽ കൂടെ വിൽക്കും. എന്താ വെച്ചാൽ ഇവർക്ക് ഒന്നും കൊടുക്കുകയല്ല. ഓടെ ഒരു പരിശോധന ദൂരെ നിൽക്കുകയായിരിക്കും. ഇങ്ങനെ മൊത്തം കലക്കി വെച്ചിട്ടുണ്ട്. അത് കുപ്പിക്കകത്ത് ഒഴിച്ചങ്ങ് കൊടുക്കുക. വലിയ 10 കുടം കൊള്ളുന്ന കുപ്പിയാക്കായിട്ട് അമ്മ ചെല്ലുന്നത്. അതിനകത്ത് കോരി നിറച്ച് തള്ള അവിടെ മുതൽ കുടിയാ. പണ്ടേ ചിലതൊക്കെ രക്ഷപ്പെടും, ചിലതൊക്കെ അങ്ങനെയൊക്കെയാ. ഇവർക്ക് കിട്ടേണ്ട മരുന്നെല്ലാം മറുസൈഡിൽ വിൽക്കും. വലിയ പുള്ളിക്കാർ വരുമ്പോൾ നന്നായിട്ട് പരിശോധിക്കും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ആശുപത്രിയിലൊക്കെ ചെന്നേ പാവത്തങ്ങൾ ചെന്നാൽ എത്ര നേരം നോക്കി നിൽക്കണം, എത്ര നേരം. അതേസമയം വലിയ പുള്ളിക്കാർ വരുമ്പോൾ അവരെ നേരെ അങ്ങോട്ടങ്ങ്. നിങ്ങൾക്കിതൊന്നും അറിയാമല്ലോ. ഇതിനൊക്കെ മാറ്റം വരണം. ആ കാര്യത്തിനൊക്കെ ഇവരുടെ രാജ്യമാണ് നല്ലത്. അതെ, UK ആണോ? ഫ്രം UK? ഓ, അവരുടെ രാജ്യമാണ് ഏറ്റവും നല്ലത്. അവിടെയൊക്കെ ലൈൻ നിന്നാൽ ലൈൻ തന്നെ നിൽക്കും. ഏത് കൊലകമ്പം വന്നാലും അവിടെ
ഇവിടെ അങ്ങനല്ലല്ലോ. നമ്മളെ നേരത്തെ വിളിച്ച് പറയും, വേഗം ലൈന് നിൽക്കേണ്ട, അപ്പുറത്തെ വഴി കൂടെ വന്നാൽ മതി, ഞാനിവിടെ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട് നേരെ അകത്തോട്ട്. രാവിലെ പോയത് അങ്ക ഇപ്പോഴും കൂടിന്റെ കുടുംബിക്ക് പിടിച്ച് ലൈന് നിൽക്കുക. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? അന്ന് ഇതൊക്കെ തന്നെ. അപ്പൊ അവര് കാശുള്ളവരും കളറുള്ളവരും നിറമുള്ളവരൊക്കെ വന്നാൽ നന്നായിട്ട് പരിശോധിക്കും. അതിനൊരു പാട്ടെഴുതി, ഞങ്ങളുടെ ഒരു അച്ഛൻ എഴുതിയ പാട്ടാ. നല്ല നല്ല മരുന്നുകൾ മെല്ലെ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർഗിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലെ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർഗിടുന്നു. ഒട്ടുക്കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുക്കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾക്കെന്ത് ഗതി? വെറും ആകുലം തീർപ്പാൻ എന്തു ഗതി? എന്താ ഗതിയാ? എന്നാ വേറെ പരിശോധനയുണ്ട്, അത് ഞാൻ പാടിയ ചിലപ്പോൾ അലോഗ്യം ഉണ്ടാകും. ഒരു വരി പാടട്ടെ. പുള്ളിയേറ്റ് ഇനി തന്നെ സാറുകളെ ഒന്നും പരിശോധിക്കില്ല. എന്നാൽ വേറെ പരിശോധനയുണ്ട്, അത് ഞാൻ എഴുതിയതല്ല, അച്ഛൻ എഴുതിയ സുശീലൻ ഭാഗവതർ എന്ന് പറയാം, അദ്ദേഹം എഴുതിയ. അപ്പൊ ആ പുള്ളി ഇതൊക്കെ കണ്ടോണ്ട് എഴുതിയതാ ഈ ക്രമക്കേടെല്ലാം. അപ്പൊ പുള്ളി അടുത്ത ലൈൻ എഴുതിയിരിക്കുന്നതാ, എന്ന് പാടാം. കെട്ടുപ്രായം തികയാത്ത തരുണിമാർ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും പരിശോധിക്കും. പാടണോ? മതി. അത് പ്രത്യേക പരിശോധനയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ പരിശോധിക്കുന്ന ആൾക്കാർ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഒരു കാലത്ത് ഇങ്ങനെ അതപ്പതിച്ചൊരു കാലമാണ്. പക്ഷെ അതിന് മാറ്റം വരുത്തുവാൻ ഇടയാക്കുന്നത് സുവിശേഷമാണ്. ഒരു സംഭവം കൂടെ പറഞ്ഞ ഭാഗം വിടാം. ഒരു സായിപ്പന്മാരുള്ള കാലമാണ്. ഒരു സായിപ്പ് എല്ലാ സായിപ്പന്മാരും ഒന്നും നല്ലതല്ല. പക്ഷെ യേശുവിനെ അറിഞ്ഞ സായിപ്പന്മാരുണ്ട്, സുവിശേഷത്തിൽ വിശ്വസിച്ച സായിപ്പന്മാരുണ്ട്, മിഷനറി വര്യന്മാരായ സായിപ്പുണ്ട്, ബോധക്കേടുള്ള സായിപ്പും ഉണ്ട്. മലയാളികളും ഉണ്ടല്ലോ, ബോധമുള്ളവനും ഉണ്ട്, ബോധമില്ലാത്തവൻ. പിന്നെ എല്ലാവർക്കും ബോധമുണ്ടോ? ആർക്കറിയാം? എല്ലാ രാജ്യത്തും എല്ലായിടത്തും ഉണ്ട് നല്ല മനുഷ്യനും ചീത്ത മനുഷ്യൻ, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അന്ന് ഒരു സായിപ്പ് വണ്ടിയെ പോകുമ്പോൾ ചെറിയ മണ്ണ് വഴിയിൽ ഇങ്ങനെ വണ്ടിക്കകത്തിരിക്കുക. നോക്കുമ്പോൾ ഒരു കണ്ടത്തിൽ മനുഷ്യനെയും മാടിനെയും വെച്ച് ഉടുന്നു. ഒരു വശത്ത് മാട്, ഒരു വശത്ത് മനുഷ്യൻ. കണ്ട ഉഴുക. അദ്ദേഹത്തിന് വലിയ മനോവേദനയുണ്ടായി. വണ്ടി നിർത്താൻ പറഞ്ഞു, വണ്ടി നിർത്തി. അവരന്ന് ഇവിടെ ഭരിക്കുന്ന സമയമാണ്. കൂടെയുള്ള പുള്ളിയോട് പറഞ്ഞു, ആ മനുഷ്യനെ ഇങ്ങ് പിടിച്ചോണ്ട് വരാൻ. മാടവിടെ നിൽക്കട്ടെ, മനുഷ്യനെ കൊണ്ടുവരാൻ. ആ മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ സായിപ്പ് വണ്ടിയെ കയറ്റി താൻ പാർക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. ചേറും ചെളിയായിട്ടിരിക്കുകയല്ലയോ, കുളിപ്പിച്ചു, വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അതിനുശേഷമായിട്ട് ആ മനുഷ്യനെ ഇവിടെ ചരിത്രമെല്ലാം ഞാൻ പറയുന്നില്ല, അവിടെ താമസിപ്പിച്ച് അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം പഠിപ്പിച്ച പുള്ളിക്ക് വിവരം ഉണ്ടായപ്പോ എഴുത്തും വായനയും. അതിലെ ആശാൻ എഴുതിയത്, അക്ഷരമെന്നതറിയില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയത്തില്ല, അതുകൊണ്ടായി അധപ്പതനം. അക്ഷരം പഠിച്ചപ്പോൾ വിവരമുണ്ടായപ്പോൾ മനസ്സിലായി ഒരു ദൈവമുണ്ട്, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ സത്യത്തിന്റെ സാക്ഷിയായി. ഒറ്റ വാക്ക് പറഞ്ഞ ഭാഗം പങ്കിടുക. വീറും വൃത്തിയായിട്ട് നടക്കാനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അന്തസ്സായിട്ട് റോഡിൽ കൂടെ ഒക്കെ നടക്കാനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. രണ്ടക്ഷരം കൂട്ടി വായിക്കാനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഈ സമൂഹത്തിൽ ഏറെക്കുറെ നല്ല നിലവാരം പുലർത്തി ജീവിക്കുവാൻ ഇടയായത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. ആമേൻ. സ്തോത്രം. ഇങ്ങനെ എന്തെല്ലാം ഗുണഗണങ്ങളുണ്ട്. എവിടെയും ഉയർത്താൻ പറ്റുന്നതാ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ആൾക്കാരും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. നല്ല വർത്തമാനം കേട്ടിരിക്കാൻ തോന്നുന്നു, നല്ല വർത്തമാനം സുവിശേഷം.
ആ സുവിശേഷ പുസ്തകമാ ഇന്ന് രാത്രി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, 1-2 കാര്യം പറയാം. സമയം എന്തുവായി? സമയം എന്തോ 9 ആയോ? എത്ര ആയോ? 10 പറയണം. അങ്ങനെയുള്ള യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം യേശു ക്രിസ്തു. ഒന്നുകൂടെ കയറി പറയാ, ഒരു മതത്തിന്റെ വിഭാഗത്തിന്റെ ദൈവമല്ല യേശു. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. കത്തോലിക്കന്റെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, സാൽവേഷൻ ആർമി, CMS, ആംഗ്ലിക്കന്, CSI, പെന്തിക്കോസ്, ബ്രദർ, മാർത്തോം, ഇവരുടെ ആരുടെയും കുടുംബ സ്വത്തല്ലത് യേശു. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം, ഏത് വ്യക്തിക്കും യേശുവിനെ സേവിക്കാം, ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ദൈവത്തിന് മഹത്വം. ആ യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. യേശു സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ. ദൈവത്തിന് മഹത്വം. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹിമ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായമുണ്ട്. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടാ. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനത്തെയും വ്യാധിയെയും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനിറവനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കൂടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനായ ദൈവം. 11-ഉം 12-ഉം അധ്യായം മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം. അതാണ് യേശു ക്രിസ്തു. ഇന്ന് രാത്രി നമ്മൾ 11-ാം അധ്യായമല്ലേ വായിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല, സമയവും കൂടെ കടന്നു പോകുന്നു. യേശു മരിച്ചവനെ ഉയർപ്പിച്ചു. ലാസറിന്റെ വീട്, ബഥാനിയയിലെ ഭവനം, യേശു സ്നേഹിച്ചൊരു ഭവനമാണ്. യേശു സ്നേഹിച്ച ഭവനമാണ്. ഈ വീട്ടിൽ 3-4 പേരുണ്ട്. 1 മാർത്ത, 2 മറിയ, ഇവരുടെ സഹോദരൻ ലാസർ. അപ്പന്റെ അമ്മയുടെയും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ചിലര് പറയുന്നത് ഷിമോനായി ഇവരുടെ അപ്പനെന്ന്. ഷിമോൻ കുഷ്ഠരോഗിയായ ഷിമോനാണെന്ന് പറയുന്നു. ഇനി അത് പറഞ്ഞ് തർക്കമൊന്നും ഉണ്ടാകണ്ട. എന്നാലും പ്രധാനമായിട്ട് 3 പേരാ, മാർത്തയും മറിയയും ലാസറും. മാർത്തയെ വിവാഹം കഴിച്ചു, വിധവയായി. മറിയെ വിവാഹം കഴിച്ചില്ല, വീട്ടിലുണ്ട്. ലാസർ ചെറിയ സഹോദരന് ആങ്ങളയായി. ഇവരുടെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നെന്ന തിരുവെടുത്തൊക്കെ പകർത്തി എഴുതാൻ കൂടുവാനെന്നൊക്കെ പറയുന്നു. അപ്പൊ അതിൽ നിന്ന് തുച്ഛമായൊരു വരുമാനം കിട്ടും. അത് ഈ ലാസർ പെങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കും. വിധവയും മൂത്ത പെങ്ങളുവാ. മാർത്ത അതെല്ലാം പരുവത്തിന് കൈകാര്യം ചെയ്യും. അപ്പൊ യേശു ശിഷ്യന്മാരും കൂടെ ഈ വീട്ടിൽ വന്ന് പാർക്കും. യെരുശലേമിലേക്ക് പോകുന്ന വഴിക്കാ ബഥാന്യ. അപ്പം യെരുശലേമിലേക്ക് പോകുമ്പോൾ ഈ വീട്ടിൽ വന്ന് യേശു പാർക്കും. യേശു പാർക്കുമ്പോൾ തന്നെയല്ല വരുന്നത്, ശിഷ്യന്മാർ കുറെ ഉണ്ട് കൂടെ. നമ്മളന്ന് ഒരു ദിവസം പാർപ്പിക്കും, പിന്നെ പറയും കോളുമായിട്ട് ഇങ്ങോട്ട് തന്നെ വരിക, തന്നെ വന്നാൽ മതി. ഇതിനെല്ലാം കൂടെ പക്ഷെ ഈ സഹോദരിമാർ അങ്ങനൊന്നും പറഞ്ഞില്ല. യേശു ശിഷ്യന്മാര് വരുമ്പോൾ അവരെ നന്നായി ശുശ്രൂഷിക്കും. മാർത്ത കൂടുതലും അടുക്കളയിൽ പെരുമാറുക, മറിയ തൃപ്പാദത്തിൽ ഇരിക്കുക. 2 പേരെയും ദൈവത്തിന് ആവശ്യമാണ്. ലാസർ യോഗത്തിനൊന്നും ഇരിക്കുക, അല്ലെങ്കിൽ കാശുമൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. സൺഡേ സ്കൂളിന് പോയാട്ടെ, പുള്ളി സഹായത്തിന് വരികയല്ല. ഭാര്യയോട് പറയും, എടി വണ്ടി ഇപ്പം വരും, ചെല്ലേ. പുള്ളി എന്നിട്ട് ചെല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ യേശു ഈ ഭവനത്തെ സ്നേഹിച്ചു, വിശേഷിച്ച് ലാസറിനെ. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഒരിക്കലും ഈ ലാസറിന് ദീനമായി. യേശു പോയില്ല, ശിഷ്യന്മാരും പോയില്ല. ദീനം കൂടി എന്നിട്ടും പോയില്ല. ഒടുവിൽ ദീനം കലശനായി ലാസർ മരിച്ചിട്ടും പോയില്ല. അല്ലെങ്കിൽ ഒന്ന് അനുശോചനം പറയാനെങ്കിലും ഒരാളെ വിടണ്ടേ, പോയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാന്യ വരെ ഒന്ന് പോകാം. അപ്പൊ തോമാസ് പറഞ്ഞു, നമുക്കും പോയി ചാകാം എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ വീട്ടിൽ എത്രയോ നാൾ പോയി കിടക്കുകയും തിന്നുകയൊക്കെ ചെയ്തതാ. ആ കൊച്ചനെ ദീനമാണെന്ന് പറഞ്ഞിട്ടൊന്നും പോയില്ല. എന്നാൽ ഇങ്ങേര് പോകണ്ട, ഞങ്ങളെയെങ്കിലും ഒന്ന്
എന്നാ കൂടിയപ്പോഴെങ്കിലും ഒന്ന് വിടണ്ടേ? പോയില്ല. എന്നാ മരിച്ചപ്പോഴെങ്കിലും ഇപ്പൊ അങ്ങോട്ട് ചെല്ലുക, സൂക്ഷിച്ചവരെല്ലാം തല്ലിക്കൊല്ലും. തന്നെയല്ലേ മേളത്തെ വാക്കുണ്ട്, യഹൂദന്മാർ ആ ആളുകൾ യേശുവിനെ കൊല്ലാനിരിക്കുക. അപ്പൊ തോമാസ് ഇതെല്ലാം കൂടെ കാക്ക് കൂട്ടി പറഞ്ഞു, നമുക്കും പോയി ചാകാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചാകാനായിട്ടാ ഇതുങ്ങളെല്ലാം ഈ വരുന്നത്. പക്ഷെ യേശു ബഥാനിയിൽ വന്നപ്പോൾ ആരോ മാർത്തയോടും മറിയോടും പറഞ്ഞു, ആണ്ട് യേശു വന്നു. മാർത്ത ഓടി വന്ന് പറഞ്ഞു, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, അവനെ ഉയർത്തും. എന്നെ മാർത്ത പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നതാ, ഒടുക്കത്തെ ഉയർപ്പൊക്കെ ഞാൻ കേട്ടതാ, അതൊക്കെ എനിക്കറിയാം. യേശുവിന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്, എനിക്കറിയാം. യേശുവിനുണ്ട്, എനിക്കറിയാം. ഒന്നാം പുനരുത്ഥാനവും രണ്ടാം ഒടുക്കത്തെ പുനരുത്ഥാനവും ഒക്കെ എനിക്കറിയാം. അപ്പൊ കർത്താവ് ഇങ്ങനെയൊക്കെ മാർത്ത പറഞ്ഞപ്പോൾ മാർത്തയോട് പറയുന്ന ഭാഗമാ നമ്മൾ 25-26 വാക്യത്തിൽ വായിച്ചത്. എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. 26-ാം വാക്യം വായിച്ചേ മോളെ. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. ശ്രദ്ധിക്കുക, ലാസറിനെ യേശു ഉയർപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, കർത്താവ് പറഞ്ഞ ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. ഇന്ന് രാത്രി ആ കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. മരിക്കത്തില്ല. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം. നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അങ്ങ് മരിക്കുക. അതെ, അല്ല, ഒരു ദിവസം മരണം നിന്നെ പിടികൂടും. കത്തോലിക്കരാകുന്ന സഹോദരങ്ങൾ ഒരു പാട്ട് പാടുകയില്ല. എനിക്ക് പാടാൻ വലിയ ട്യൂണും സ്വരവും ഒന്നുമല്ല, കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് അരോചകത്വം ഉണ്ടാകും. നല്ലൊരു നാളെ പറഞ്ഞു, ഇയാളെന്തിനായി കിടന്ന് കാറുന്നെന്ന്. പാടുന്നല്ല പറഞ്ഞേ, എന്തിനാ കിടന്ന് കാറുന്നെന്ന്. അതാ സത്യവും. കാറുക. വേറെ ആള് പറഞ്ഞു പാട്ട് പാടാൻ അവരെ ആക്കിയിട്ടുണ്ട്, അവര് പാടും, താൻ എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ. അതുകൊണ്ട് ശരി, അതും ശരി, ന്യായമായ കാര്യമാണ്. എന്നിട്ട് ഞങ്ങളുടെ ഒരു കൊച്ചൻ പറഞ്ഞു, മുഴുവൻ കുരുക്ക് പാട്ടാന്നല്ലോ എന്ന്. അവൻ പാടിയിട്ട് ഒക്കുന്നില്ല. അതിന് അവൻ പറഞ്ഞു, മുഴുവൻ കുരുക്ക് പാട്ടാന്നല്ലോ. എങ്ങനുണ്ട്? എന്നാലും കത്തോലിക്കരാകുന്ന പ്രിയപ്പെട്ടവരെ, മരണവീടുകളിൽ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പാടും. തെറ്റുകാരനെ ക്ഷമിക്കണമെങ്കിൽ പാട്ടിന്റെ വരി ഇതാ: മരണം വരുമരുന്നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും, ഒരു ദിവസം മരണം വരും. മരണത്തിന്റെ തണുത്ത കരമെന്ന് നിന്നെ തപ്പും. അല്ല, മറുവശം മരിക്കാതിരുന്ന പ്രശ്നമാണ്. ഈ ഇരിക്കുന്നവരെല്ലാം കൂടെ മരിക്കാതെ ഒരു 50 കൊല്ലം കൊണ്ടിരുന്ന ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും ഈ ദേശത്ത്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്നാ? കടുക്കാമൂട്. മിക്കവാറും മൂട് തകരും. നിങ്ങളെല്ലാം കൂടെ ചാകാതിരുന്നാൽ ഒരു 50 കൊല്ലവും കൂടെ ഒക്കെ ആണ്ട അമ്മയൊക്കെ ഇരിക്കാൻ വലിയ മെനക്കേടായിരിക്കും. ആണെന്നേ, ഇപ്പൊ തന്നെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് മെനക്കേടാ. 50 കൂടി ഇരുന്നാലോ. മരിക്കാതിരുന്ന പ്രശ്നമാണ്. അതെ, പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പദ്യം ഓർമ്മ വരിക. മിക്കയിടത്തും പറയും, കാലനില്ലാത്ത കാലം. പള്ളിക്കൂടത്തിൽ പഠിച്ചതാ. കാലം ഇങ്ങോട്ട് വരുന്നില്ല. കാലം വരാത്ത കൊണ്ട് ഒരെണ്ണം ചാകുന്നില്ല. അയ്യോ, അതൊരു ദുസ്ഥിതി. എല്ലാവരെയും മറന്നുപോയി. ഒരു വരി ഇങ്ങനെ: മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. എല്ലാം ഇരിക്കുക. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 വയസ്സുള്ള പുള്ളിയുടെ അപ്പൂപ്പൻ ഇരിക്കുന്നെന്ന്. 500 കുഞ്ഞായിട്ടിരിക്കുക. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കൊണ്ട് കഞ്ഞിക്കും വകയില്ല. ഇരിക്കുന്നതാണെ പിന്നെയും സഹിക്കാം. കഞ്ഞിക്കും വകയില്ല. വീടുകൾ ഓരോയിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ട് 8-10 പറ വെച്ചിട്ട് ഒക്കുന്നില്ലെന്ന്. ജാകുന്നില്ലല്ലോ ഒരെണ്ണം. കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഓരോയിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ട് പോരാ 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അത് കൊണ്ടങ്ങ് എത്രമാത്രം 2 തെറ്റ് വിളമ്പുമ്പോ എത്തുമല്ല. ഈ ചാകാതിരിക്കുന്നതെല്ലാം കഞ്ഞി വിളമ്പുമ്പോ
നമ്മുടെ കല്യാണ ശുശ്രൂഷ കണ്ടിട്ടില്ല, കല്യാണം അവിടെ നടക്കുക, എല്ലാം അവിടെ പോയി കിടന്ന് കഴിക്കുക. ഇയാളെ ഞാൻ കണ്ട്, നിങ്ങളിതൊന്നും കണ്ടില്ലല്ലോ. ശുശ്രൂഷക്കാരുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാലമില്ലാഞ്ഞത് കൊണ്ട് പ്രശ്നമാ. മരിക്കും. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് നിത്യമരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ഞാൻ 1-2 കാര്യം വേഗത്തിൽ പറഞ്ഞു നിർത്താം, എന്നാലും സമയമാകും. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 1-2 വാക്യം ഒന്ന് വായിച്ചേ മോളെ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ, 2 മുതൽ വായിച്ചോ, പെട്ടെന്ന്. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്താ? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ടത് മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. ചരിത്ര പശ്ചാത്തലം ഒന്നും വിവരിക്കുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാണ്. എന്തുവാ ഈ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8. വെളിപ്പാട് 11:8. പെട്ടെന്ന്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നതാ. അത് വിവാദമാ, അതിലേക്ക് പോകുന്നില്ല. 2 സാക്ഷികൾ ആരുമാകട്ടെ, ഈ സാക്ഷികളോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് 8-ാം വാക്യം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അതെ, അവൻ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം. ആ നഗരത്തിന്റെ പ്രത്യേകത അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സ്ഥലം. അപ്പോൾ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളാൻ പറഞ്ഞതിന്റെ ഒരർത്ഥം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, മരിക്കാതെ നിത്യജീവൻ കിട്ടുവാൻ, എന്നേക്കും ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ആദ്യത്തെ പടി അവൻ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു രക്ഷിതാവാണ്. കാൽവരിയിൽ ഒരുവൻ അവൻ ഇരുമ്പാടുകളിൽ തൂങ്ങപ്പെട്ട് കിടക്കുക, മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് കണ്ണ് മൂടിക്കെട്ടി കണ്ണത്തടിയേറ്റ് മുഖത്ത് കാർക്കിച്ച് തുപ്പലേറ്റ് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി കിടക്കുന്ന അവൻ നസറയനാകുന്ന യേശു എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, മാനവകുലത്തിന് വിടുതല കൊടുക്കുവാൻ ഒരുവൻ ക്രൂശിൽ യാഗമായി തീർന്നു. യേശു ക്രൂശിൽ മരിച്ചു. ആ മരണം ഏറ്റെടുത്ത് വിശ്വസിച്ച് യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കണം, നിനക്ക് രക്ഷയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി മരിക്കാതെ നിത്യജീവൻ ലഭിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് അവിടെ എഴുന്നള്ളി വരണം. ആർക്കും ഏത് സമയത്തും യേശുവിന്റെ അടുക്ക വരാം, ആർക്കും വരാം. യേശു രക്ഷിതാവാ, യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. മരിക്കാതിരിക്കാൻ 1, ക്രൂശിന്റെ ചോട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2, മരിക്കാതിരിക്കാൻ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് 30:20 വേഗത്തിൽ. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കാൻ വെള്ളത്തിൽ ഒരു പരിപാടിയുണ്ട്. വെള്ളം കൊണ്ട് വ്യാഖ്യാനിക്കാനും വാക്യങ്ങളെല്ലാം എടുത്ത് വിസ്തരിക്കാൻ നേരമില്ല. ഒറ്റ വാക്ക് പറയാം, നീ സ്നാനപ്പെടണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. വെള്ളം കൊണ്ട് ഇവിടെ വെള്ളം കൊണ്ട് എന്നാ ചെയ്യാൻ? അത് യേശു വെള്ളത്തിൻ്റെ അവിടോട്ടല്ലയോ നടന്നു പോയത്, എടുത്തോണ്ടല്ലല്ലോ പോയേ. ആണോ? നടന്നാ വന്നു.
അല്ലാതെ ആരെങ്കിലും എടുത്തുകൊണ്ട് കരയെടുത്ത് ഇപ്പോൾ സ്നാനപ്പെടുത്തണം, അങ്ങനൊന്നും അല്ല. നടന്ന് അങ്ങോട്ട് പോയത്. യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം, നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. അതാ മാതൃക. വെള്ളത്തിൽ മുങ്ങണം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. യേശുവിന്റെ കൽപ്പനയാ, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അത് ചെയ്തേ ഒക്കൂ. ഇത് പെന്തിക്കോസുകാരും കണ്ടുപിടിച്ചതല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഇത് ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യം ഞാനിപ്പോൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ. പോസ്റ്റ്മാന്റെ ജോലി കത്ത് കൊണ്ടു തരിക, കത്തിനകത്ത് തന്നെയാന്ന് പുള്ളി ആ കത്തിനകത്ത് വായിച്ച ചായയുടെ കൊങ്ങായിക്ക് വിളിക്കരുത്. മനസ്സിലായോ? എൻ്റെ ജോലി കത്ത് തരിക, എൻ്റെ ജോലി ഇതാ, ഇത് പറയാന്നുള്ളതാ. എൻ്റെ കൊങ്ങായിക്കൊന്നും പിടിക്കാൻ വരരുത്. ഇതിനകത്തെ കാര്യം ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതുവരെ ഞാൻ ഈ വേറെ പുസ്തകം വായിച്ചിട്ടില്ല, അറിയത്തുമില്ല. ഞാൻ വേറെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇതിനകത്തെ കാര്യം മനസ്സിലായി. അത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കും. പക്ഷേ ഇതിൻ്റെ സത്യം ഇതാണ് ഇതിൻ്റെ സത്യം. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയണ്ട, ആരെയും നിർബന്ധിക്കരുത്, ഒരുത്തരെയും നിർബന്ധിക്കരുത്. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നു കഞ്ഞിയും കാശും ഒക്കെ കൊടുത്താൽ ഇതിനകത്ത് ആൾക്കാരെ ഉള്ള ചോറ് കൊടുത്തിട്ട് ഏക്കുന്നില്ല. ചോറ് മട്ടൺ ഫ്രൈ വരെ കൊടുത്തിട്ട് പിന്നെ കഞ്ഞി കൊടുത്തണം. എന്തുവാ കഞ്ഞി? ഇത് കഞ്ഞി അല്ല. കഞ്ഞി കൊടുത്തും കാശ് കൊടുത്തൊന്നും ചേർക്കുന്ന മാർഗം ഇതല്ല. സ്തോത്രം. അല്ല, അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കരുത്. ഇന്ന് രാത്രി പൊക്കോണം. കാശ് തരാം, കഞ്ഞി തരാം, വീട് വെച്ച് തരാം, തയ്യൽ മെഷീൻ തരാം, ബാത്റൂം പണിത് തരാം, വീട് പണിത് തരാം, അങ്ങനെ ഏതേലും വെടലകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും ഇതിനകത്തിരിക്കരുത്. വന്നിടത്തോട്ട് പൊക്കോണം. ഇത് കാശ് തരുന്നതും കഞ്ഞി തരുന്ന മാർഗമല്ല, നിന്റെ ആത്മരക്ഷയുടെ മാർഗമാണ്. ഇതാരും ഇതിനകത്ത് ചേർക്കുന്നതൊന്നുമല്ല. സ്തോത്രം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പോലീസിൽ അറിവ് കൊടുക്കണം. നിയമജ്ഞന്മാരുണ്ട് പറയണേ, സാറേ ഇവൻ എന്നോട് പറഞ്ഞത് ഇന്നത് തരാൻ, ഞങ്ങളുടെ കൂടെ അവനെ അന്നേരം പിടിപ്പിച്ചോണം. സത്യമായിരിക്കണം, ചുമ്മാ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ആരുടെയും വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞായിരുന്നു ചേര, അത് നിനക്ക് അത് ഇവിടുത്തെ അടിയല്ല, മേളിൽ നിന്ന് അടി വരും. അടിക്കുന്നതിന്റെ പരിപ്പളക്കും. നീ കള്ളക്കേസ് കൊടുത്തോ, കള്ളത്തരം കാണിച്ചോ, അവൻ എന്തേലും കുരുക്കൊപ്പിച്ചാൽ അടിക്ക് നിന്റെ പക്ഷെ അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. നിയമജ്ഞന്മാരുണ്ട്. ഇത് ആൾക്കാർക്ക് കാശ് കൊടുത്ത് മോഹന വാഗ്ദാനം കൊടുത്ത് ചേർക്കുന്നതല്ല, നിന്റെ ആത്മരക്ഷയുടെ കാര്യമാണ്. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. പക്ഷെ ഇതിന്റെ സത്യം ഇതാ. അപ്പോൾ മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, വെള്ളം കൊണ്ട് കഴുകണമെന്ന്. അത് ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. സ്തോത്രം. മൂന്ന്, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ചേ മോളെ, പെട്ടെന്ന് നിർത്താം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3 വായിച്ച്. ഉൽപ്പത്തി 3:3 പെട്ടെന്ന് വായിച്ചു. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതാ. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അരുത് എന്ന് പറഞ്ഞാൽ അത് വേർപാടിനെ കാണിക്കുന്നതാ. മരിക്കാതിരിക്കാൻ ദൈവമക്കൾ വേർപാട് പാലിക്കണം. ലോകത്തോടും പാപത്തോടും ലോക ഇമ്പങ്ങളോടും ആഡംബരങ്ങളോടും മോഹങ്ങൾ ഇങ്ങനെ ഒത്തിരിയുണ്ട്. അതിനോടൊക്കെ വേർപാട് പാലിക്കണം. എല്ലാവരും പറയുന്ന പോലെ, എല്ലാവരും ചെയ്യുന്ന പോലെ, എല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ, എല്ലാവരും നടക്കുന്നത് പോലെ, എല്ലാവരും നടക്കുന്ന രീതിയൊന്നും നമുക്കൊക്കത്തില്ല. ദൈവമക്കളാണ്. സംസാരം ശ്രദ്ധിക്കണം. ഇടപാട്, സമീപനം, സംസാരം, മറ്റുള്ളവരോടുള്ള സഹകരണം, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ പറയുന്നതെല്ലാം നമുക്ക് പറയാൻ ഒക്കത്തില്ല. നാവിന് നിയന്ത്രണം വേണം, കണ്ണിന് നിയമം ഉണ്ടായിരിക്കണം. കേൾക്കുന്നതും എല്ലാം കേൾക്കാൻ നമുക്ക് പ്രമാണമില്ല. മറ്റുള്ളവരെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രമാണം.
എല്ലാവരും വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കാൻ നമുക്ക് പ്രമാണമില്ല. നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? നമുക്ക് പ്രമാണമുണ്ട്, വേർപാട് പാലിക്കണം. അവൻ മരിക്കാതിരിക്കാൻ ഒന്ന് ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിന്റെ രക്ഷകനായി സ്വീകരിക്കണം. രണ്ട്, അവൻ വെള്ളത്തിൽ മുങ്ങി അവൻ കർത്താവിനോട് ചേർന്ന് സ്നാനപ്പെടണം. മൂന്ന്, കർക്കശമായി വേർപാട് പാലിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിച്ച് 28-35 പെട്ടെന്ന്. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ മാതളപ്പഴവും പൊന്മണി മേലത്തെ വാക്യത്തിലുണ്ട്, എടുപ്പി വായിക്കുന്നില്ല. മാതളപ്പഴവും പൊന്മണി അകത്ത് ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ഈ മാതളപ്പഴവും പൊന്മണി ഇങ്ങനെ കൂട്ടിമുട്ടും. അപ്പൊ ഇങ്ങനെ ക്ലിങ് 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 ശബ്ദം കേൾക്കും. ആ ശബ്ദം ഏതാ? ശുശ്രൂഷ ചെയ്യുകയിൽ. എന്താ അതിന്റെ അർത്ഥം? യേശു കാൽവറിയിൽ ജീവനെ തന്ന് തിരശീല ചിന്തിയപ്പോൾ എനിക്കും നിങ്ങൾക്കും ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലേക്ക് വരാം. ആ കൃപാസനത്തിന്റെ അടുക്കൽ വന്നാണ് നമ്മളിപ്പോ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ ശബ്ദം കേൾക്കണം. ആ ശബ്ദം എന്നാക്കെയാണെന്നറിയാമോ? എടുത്ത് വായിപ്പിക്കുന്നില്ല. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 മുതൽ വായിക്കുമ്പോൾ, ആകയാൽ എന്ത് സഹോദരന്മാര്, നിങ്ങൾ കൂടി വരുന്നത് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലാ. മറ്റൊരാണ്ടിൽ ഒരിക്കലാ മഹാപുരുഷത്തിനകത്തോട്ട് കയറുന്നത്. നമുക്കിപ്പോ എന്നും പ്രവേശനം തന്നിരിക്കുക. അകത്ത് കയറുമ്പോൾ അതിന്റെ ശബ്ദം കേൾപ്പിക്കുക. എന്തൊക്കെയാ മോളെ ശബ്ദം? 14:26. ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്. അതിന്റെ ശബ്ദം കേൾക്കണം. സങ്കീർത്തനത്തിന്റെ ശബ്ദം. പിന്നെ ഉപദേശത്തിന്റെ ശബ്ദം കേൾക്കണം. വെളിപ്പാടിന്റെ ശബ്ദം കേൾക്കണം. അന്യഭാഷയുണ്ട്. വ്യാഖ്യാനമുണ്ട്. നിന്നിട്ടില്ല നിന്നൊക്കെ ചിലര് പറയുന്നു. ഞാൻ തർക്കിക്കാനൊന്നുമില്ല, പക്ഷെ നിന്നിട്ടില്ല. ചെല്ലു പറയുന്നു നിന്നു. അത് ഇടക്ക അല്ല, ഈ വന്നതിന് തെളിവുണ്ട്. ഏതാ? 2-ാം അധ്യായം. വന്നതിന് തെളിവ്. നിന്നതിന് എവിടാ ഒരു തെളിവ്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അങ്ങനല്ലേ 2-ാം അധ്യായത്തിൽ വായിച്ചേ മോളെ? വായിച്ചേ മോളെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിലല്ലയോ വന്നതിന്റെ തെളിവ്? പെട്ടെന്ന് വായിരു കുഞ്ഞെ, സമയം പോകുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞ നിന്നെന്ന അല്ല, വന്നതിന് തെളിവുണ്ടല്ലോ, ഇല്ലേ? വാക്യമുണ്ട് വന്നതിന്. അപ്പോസ്തലപ്രവൃത്തി 2. നിന്നെന്നുള്ളതിന് വാക്യം എവിടാ? അതിനോടൊരു വാക്യം തരികയാണെങ്കിൽ കാര്യം റെഡിയായി. വന്നതിന് വാക്യമുണ്ട് 2 അപ്പോസ്തലപ്രവൃത്തി. നിന്നെന്നുള്ളതിന് വാക്യം എവിടാ? ഒറ്റ വാക്യമല്ലേ. എന്നെ ഇവര് കുറച്ച് പേരങ്ങ് പറയാം നിന്നെന്ന്. നിങ്ങൾ പറഞ്ഞാവല്ലോ നിൽക്കുന്നതാണോ ഇത്? യോടി അന്യഭാഷയ്ക്ക് സംസാരിക്കുന്നവൻ ദൈവത്തോടാണ്. ആരും തിരിച്ചറിയത്തുമില്ല. അവൻ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. മരിക്കാതിരിക്കേണ്ടതിന് ശബ്ദം കേൾപ്പിക്കണം. ഭാഗ്യഭാഗം ഇനി പറയുന്നില്ല. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് സമർപ്പിക്കണം. എല്ലാറ്റിലുപരി ഈ വിധത്തിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ വരവിനായിട്ട് എന്നെ ഒരുക്കണം. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടിയാ മതി. 2 ചരണം. എല്ലാവരും എഴുന്നേറ്റ് എന്ന് പാടാൻ പറയത്തില്ല, ഇരുന്നുകൊണ്ട് പാടിയാ മതി. എഴുന്നേറ്റ് വെക്കാൻ പറഞ്ഞാൽ എല്ലാവരും പോകും. ഇരുന്നുകൊണ്ട് പാടിയാ മതി. ഒടുവിൽ ഞാൻ എഴുന്നേൽപ്പിക്കാം. 2 പേര് പാടി കഴിഞ്ഞ് എഴുന്നേൽപ്പിക്കാം. അപ്പൊ ഇപ്പൊ എഴുന്നേറ്റ്
ആരെങ്കിലും പോണേ പോകാം, അപ്പൊ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരാ പോകുന്നത്, വല്ല പരിചയമുള്ളവരാണെങ്കിൽ. അപ്പൊ 2 ശീലം മതി. കാന്തനെ കാണുവാനർത്തി വളരുന്ന് ഇല്ല പ്രത്യാശ മറ്റൊന്നിനു. കാന്തനെ കാണുവാനർത്തി വളരുന്ന് ഇല്ല പ്രത്യാശ മറ്റൊന്നിനു. തമ്മിൽ തമ്മിൽ കാണും ചിത്രങ്ങൾ വാനത്തിൽ ഓടാകോടി തമ്മിൽ തമ്മിൽ കാണും ചിത്രങ്ങൾ വാനത്തിൽ ഓടാകോടി. സർവാംഗ സുന്ദരനാകുമേ പ്രിയരേ, സർവാംഗ സുന്ദരനാകുമേ പ്രിയരേ, കാണുവാനും മധ്യേഴയും കാണുവാനും മധ്യേഴയും. കാന്തനെ കാണുവാനർത്തി വളരുന്ന് ഇല്ല പ്രത്യാശ മറ്റൊന്നിനു. കാന്തനെ കാണുവാനർത്തി വളരുന്ന് ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ദയവായിട്ട്. കൽപ്പനയൊന്നുമല്ല, അപേക്ഷയാണ്. ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി, എല്ലാവരും കരങ്ങളൊന്ന് വീശി, ഇപ്പം കൂടെ കരങ്ങളൊന്ന് വീശി ദൈവത്തിന് മഹത്വപ്പെടുത്തിയാണ്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല